ഒരു റെക്കോർഡിംഗ് ആകുന്നുണ്ടെന്ന് തോന്നുന്നു, ലൈവ് ആയെന്ന് തോന്നുന്നു. അതെ, യൂട്യൂബിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാംഗ്വേജസ് സൂക്ഷിക്കണം കേട്ടോ. കെയർഫുൾ. ഓക്കെ. വിബൽ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പം യൂട്യൂബിന്റെ ഇത് ആയിക്കൊണ്ടിരിക്കുക. ഒരു സെക്കൻഡ്. ഒരു കാര്യം കൂടി വിബൽ, ഹോസ്റ്റ് ഇട്ടേക്കണത് KLCFS മാക്സിമൽ എന്നാണ് നിന്റെ ഹോസ്റ്റ് പേര് കിടക്കുന്നത്. അതൊന്ന് റീനെയിം ചെയ്ത് AGT കേരള എന്നാക്കാൻ പറ്റും. ഹോസ്റ്റ് എന്നുള്ള സാധനം റീനെയിം കൊടുത്താണ്. ഒരു സെക്കൻഡ്. ഈ ലിങ്കിന്റെ ഇതൊന്ന് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്. ഹലോ, കേക്കാവോ? ഹലോ, കേൾക്കാം. എന്നെയും കൂടെ ഹോസ്റ്റ് ആക്കിക്കേ. അലി ഭായി. ആരാ? വിപൽ. യൂട്യൂബ് ലിങ്ക് ഞാൻ CEC ഗ്രൂപ്പിൽ ഇടുകയാണേട്ടാ. യൂട്യൂബ് ആയിട്ടുണ്ടേ. ഓക്കെ. വിപൽ എന്നെ ഹോസ്റ്റ് ആക്കിക്കേ. ഓക്കെ. അലി ഭായി, ഹലോ. അലി ഭായി, ഹലോ. പറഞ്ഞോ. അലി ഭായി, ലിങ്ക് ഷെയർ ചെയ്തു. ലിങ്ക് ഷെയർ ചെയ്യട്ടെ? CEC-ലോട്ട് ലിങ്ക് ഷെയർ. CEC മാത്രം. മാക്സ് ഇട്ട ലിങ്കാണ് മറ്റേ ലിങ്കാണ്. ഒരു ശ്രീലാല് വരുന്നുണ്ട്, കേട്ടോ? വേണ്ട, ഇപ്പൊ വേണ്ട. ഓക്കെ. പറയുന്നേ. അല്ല, ശ്രീലാലിന് എങ്ങനെ കിട്ടി ഇപ്പം? ഹലോ, അറിയില്ല. എവിടെ ഷെയർ ചെയ്തത്? ശ്രീലാലിന് കിട്ടണമെങ്കിൽ എവിടെ ഇപ്പൊ ഷെയർ ചെയ്തത്? പിടിയില്ല. ഷെയർ അല്ല, അത് നമ്മളെ യൂട്യൂബില് സ്ട്രീമിംഗ് ആണേ. യൂട്യൂബ് ഈസ് ലൈവ്. ഓക്കെ, then careful. ഓക്കെ, യൂട്യൂബ് ലൈവായി. യൂട്യൂബ് ഈസ് ലൈവ്.
അതാണ്
Hello, checking. Hello. Hello, YouTube audio checking.
ഗുഡ് ഈവനിങ്. ശരിക്കും ഒരു EPF സെഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ EPF ബന്ധപ്പെട്ട് നമ്മുടെ സംശയ നിവാരണം അതുപോലെ അതിൻ്റെ ഒരു അവയർനെസ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ EPFോടെ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സായ നിഷ മാഡം അതുപോലെ ടോജി സാറ് രണ്ടുപേരും നമ്മൾ ഇന്ന് സന്നിധരായിട്ടുണ്ട്. നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ സംശയങ്ങളും പിന്നെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു അവയർനെസ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ സാർ ആദ്യം ഇതിൻ്റെ ഒരു ഓവറാൾ ഇത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ഇപ്പം റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഈ സുപ്രീം കോടതിയുടെ ജഡ്ജിമെൻറ്റും അതുപോലെ ഫുൾ പെൻഷൻ ഓപ്ഷൻ ഇങ്ങനത്തെ ഒരുപാട് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു സംശയ നിവാരണം നമുക്കിന്ന് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെഷൻ നമ്മൾ ഫുള്ളി നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മളിത് പിന്നെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യമേ തന്നെ നമുക്ക് വേണ്ടി ഇന്ന് പിന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ നിഷ മാഡത്തിനും ടോജി സാറിനും ഞാൻ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ പേരിലും അതുപോലെ എല്ലാവരുടെ പേരിലും BSNLിലെ എല്ലാ എക്സ്ക്യൂസിൻ്റെ പേരിലും ഞാൻ ആദ്യമായി സ്വാഗതം നൽകുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇന്നിവിടെ സന്നിധായിരിക്കുന്ന എല്ലാവർക്കും കൂടെ ഞാൻ സ്വാഗതം നേരുന്നു. പിന്നെ നമ്മുടെ അസോസിയേഷൻ്റെ സർക്കിൾ പ്രസിഡന്റ് മുഹമ്മദ് അലി സാറ് ശരിക്കും ലൈവിലുണ്ട്. പുള്ളി ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അലി ഭായ്. Good afternoon all. By Kalkalo, la. Oh. Good afternoon all, my respected Circle Secretary Zahir G, Circle Finance Secretary Maximilian, our respected today's guest of honor Nisha Madam and Joji Sir. Actually, All India Graduate Engineers and Telecom Officers Association Kerala Unit in the EPF അവയർനെസ് ക്ലാസ് ആണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. EPF അവയർനെസ് ക്ലാസ് നമ്മുടെ തിരുവനന്തപുരം സർക്കിൾ ഓഫീസിൽ വെച്ച് CGM കോൺഫറൻസ് ഹാളിലാണ് ലൈവ് ഫിസിക്കലായിട്ട് നമ്മുടെ ഈ EPF അവയർനെസ് ക്ലാസ് നടക്കുന്നത്. ഓൺലൈൻ സംവിധാനം Aigetoa കേരളയുടെ നേതൃത്വത്തിൽ സൂം വഴി അതുപോലെ തന്നെ യൂട്യൂബ് വഴിയുള്ള സ്ട്രീമിങ്ങും രണ്ടും സംവിധാനം ചെയ്തിട്ടുണ്ട്. ആളുകൾ സൂം വഴി എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും EPFനെ പറ്റി പറയുമ്പോൾ regarding with our Kerala unit Aigetoa, we are mostly concerned, or as I say, physically the Aigetoa is born for the benefits of the BSNL recruits after the birth of BSNL only. So we are mostly concentrating on the EPF issues. Actually, before the pre-period of BSNL or Department of Telecommunication era, there were a government pension scheme and a GPF schemes. After forming PSU BSNL as a company, we have started with the EPF scheme that our fellow colleagues or our senior fellows were not knowing about what is EPF or what should be done in the previous years. Because of that, we people, as a BSNL recruiting people, suffered a lot from the old BS as well as an employee. We suffered a lot regarding the EPF issues. Many of us actually transferred from one unit to another unit. On the correct date and time, that was not transferred as per the rules and regulations. So many of our colleagues have been suffering a lot from the service breaking the EPF period. Many might have corrected, many may not have corrected. Somebody is having 2 or 3 EPF accounts. Before UN period itself, they may be having EPF accounts. So that will be dealt by our respected enforcement officers, Nisha Madam and Joji Sir. So here actually, we as a Aigetoa, All India Graduate Engineers and Telecom Officers Association, recognized representative association BSNL, we are having a great responsibility to deal with the case of EPF.
actually 2016 onwards, we started a legal fight in the EPF office because BSNL is a company where 12% contribution is done by employee as well as 12% contribution by the employer. So unlike other companies, we should get a EPF scheme, pension scheme on basis of the 8.33% of the actual basic plus DA. That case has been led by Aigetoa Kerala, and we won in the High Court Kerala. And recently, on 4th November 2022, the Supreme Court also, Honorable Supreme Court also accepted the facts or accepted the judgment given to Aigetoa Kerala member, where case filed by individual names. So we all should like to know from our EPF officers regarding what are the benefits to be what are the benefits we are getting from the EPF after this one, or what is the drawbacks and what is the advantage and disadvantage for the this one EPF scheme is opted. So I'm not elaborating more because we want a clear clarification from our respected dignitaries on the dais. Our Nisha Madam, who is on our invitation. She had happily accepted the invitation and came to our office for explaining the things to the BSNL recruited employees. So on behalf of Aigetoa Kerala, I welcome all of our employees, all of our executives as well as non-executives who gathered offline as well as online for hearing the awareness on EPF and the circle level, as well as our most dignitaries, our respected guest Nisha Madam and Joji sir, on behalf of Aigetoa, and I, with all respect, I invite our Joji sir or Nisha Madam, whoever is starting first, to start the session and clear all doubts of our participants in this meeting. Thank you, sir. Thank you very much. Good afternoon, all. Myself Nisha S. I'm Enforcement Officer of EPF Regional Office. എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ടോജൻ സർ, ഇദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഓഫീസർ തന്നെയാണ് ഫ്രം റീജിയണൽ ഓഫീസ് ട്രിവാൻഡ്രം. Actually, I just want to thank Sahi sir and your entire team for giving us such a warm welcome. So actually, what I was, we were given a instruction from the head office stating that. So I understood particularly one thing is that you people want to be well known about the judgment which released on November 4th. We haven't received a clear instruction from our head office. The first thing is that, okay, we all know about the judgment. What is it saying? But how to go with the judgment, we haven't received anything from the head office. Pending assumption, I can reply, but I cannot say this is the process, how we are going to do about it. That's why head office in the other instruction. Okay. Because we got so many invitations from so many, even from GIFT and so many government organization, private organization. What's the judgment about whether we will be benefited on these higher wages and all? But now this time we should be kept mute because head office in instruction they will study the judgment and they will give a proper solution. Schemes I'll give a clear clarification and idea what is the scheme about, what are the benefits you people will be getting who are registered under EPF. And regarding the higher wages, I will give you a cut short. What is mentioned in that Supreme Court judgment. I think that will do, right, sir? Yeah. Okay. So, EPF and EPF and MP Act, Employees Provident Fund and Miscellaneous Provisions Act, 1952 enact ചെയ്ത Central Government Act. And under this, 3 schemes ഉണ്ട് നമുക്ക്. ഒന്ന് Employees Provident Fund Scheme, Employees Pension Scheme, പിന്നെ Employees Deposit Linked Insurance Scheme. Okay. Sir പറഞ്ഞ പോലെ
BSNL PF into ambictil varunada. It's registered in the year which year, sir? May I know? PF 2000? 2000 October. Okay, 2000 October lana ningala nammada PF inte paridhiyil varunathu. Okay, under the act. Okay. So we have a defined pension scheme from 1995. That means that you all are eligible. Our time le join cheyda ellarum employees pension scheme le subscribers aayirikkum allengil members aayirikkum. Since you have taken a code in the year 2000 itself. Now, okay, so mainly normally EPF ne kurichana parayunnu. So we'll speak about EPF and its benefits and how it's affect the beneficiaries. Okay, EPF ആദ്യം നമ്മൾ പറയുന്ന EPF ആക്ടിനെ കുറിച്ച്. EPF ആക്ടിനെ കുറിച്ച് EPF സ്കീമിനെ കുറിച്ച്, എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് സ്കീം. അപ്പൊ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ our current wage limit is 15,000. Okay, അതായത് 15,000ന്റെ താഴെ ശമ്പളം മേടിക്കുന്ന എല്ലാവരും PF-ന്റെ പരിധിയിൽ വന്നിരിക്കണം. So that is statutory. That is something statutory. But somebody who joins BSNL, whether he be in a daily wages or a contract employee, so the persons who are sitting here, all the officials might be permanent employees who are earning more than maybe 50 or 1 lakh. So അതല്ലാതെ വരുന്നവർ പോലും if he is earning less than 15,000, okay, അപ്പോൾ അവർ PF-ന്റെ പരിധിയിൽ വന്നിരിക്കണം. But that is the ceiling limit. As of അതായത് 2014 September 1st ഞങ്ങളുടെ ceiling limit from 6,500 to 15,000 ആയിട്ട് notification വഴി ഗവൺമെന്റ് സെറ്റ് ചെയ്തത്. ഇപ്പം as of now it is 15,000. Maybe അത് 21,000 enhance ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. അത് CBT സ്റ്റഡി ചെയ്ത് they will decide. Now it is 15,000. അപ്പം the thing is that if your wages is even if it is more than 15,000, let 22,000 ആവട്ടെ 23,000 ആവട്ടെ, അപ്പം നിങ്ങളുടെ ബേസിക്കും DAയും കൂടെ ചേർന്നിട്ട് if it is coming to 15,000, you have to make sure that your from your wages 12% of 15,000 is deducted and remitted to EPF. Likewise, your employer is also contributing on 12% of the 15,000. How it happens, how it works in EPF is that, but we have something called two shares, that is employee share and employer share. Employees in the vihidam, employer adakkunna vihidam. Ivide nammada employer BSNL aanu, government of India aanu alle. Appo ningada appo avade nammal nokkendennu vechal 15,000 from your wages. Ella maasam ningada salary ide 15,000 inde 12%. That is 1,800 will be debited from your salary. Will be deducted from your salary and will be അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ 1 പോകുന്നത്, നിങ്ങളുടെ PF അക്യുമുലേഷൻസിലാണ് പോകുന്നത്. ഈ എംപ്ലോയർ അടയ്ക്കുന്ന 15,000ന്റെ 12% ഉണ്ടല്ലോ, ഈ 1,800-ല് 3 അതിന്റെ 1/3 മാത്രമേ PF-ലോട്ട് പോകത്തുള്ളൂ. ബാക്കി 2/3 we will be diverting into pension fund. Okay, അപ്പം പെൻഷൻ ഫണ്ടിന്റെ ലയബിലിറ്റി is on the employer. അപ്പൊ എംപ്ലോയർ അടയ്ക്കുന്ന വിഹിതം പെൻഷൻ ഫണ്ടിലോട്ടാണ് പോകുന്നത്, എംപ്ലോയി അടയ്ക്കുന്ന വിഹിതം കംപ്ലീറ്റ് ആയിട്ട് PF-ലോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ EPF സ്കീമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.1% ആണ്. യു മൈറ്റ് ബി നോയിങ് ഇറ്റ് ഇസ് ഹയസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി അല്ലെ. നമുക്ക് FD-ലോ ഏതിലിട്ടാലും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ കിട്ടത്തില്ല. അപ്പം ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് യു മൈറ്റ് ബി കോൺട്രിബ്യൂട്ടിംഗ് എബോവ് ദ സീലിംഗ് ലിമിറ്റ്. 15,000 മുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വോളണ്ടറി കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്ന ഒത്തിരി ഉണ്ടല്ലോ അല്ലെ, വോളണ്ടറി കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നവര് ഉണ്ട്. അപ്പം വോളണ്ടറി കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ ഈ വോളണ്ടറി കോൺട്രിബ്യൂഷൻ, അപ്പം ഇതും കൂടെ ഞാൻ പറഞ്ഞു പോവാം. വോളണ്ടറി കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നത് ആരാണ്? എംപ്ലോയി ആണ്, നോട്ട് ദ എംപ്ലോയർ. ഓക്കെ, ഇപ്പൊ വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഞാൻ 15,000 മുകളിൽ അടയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹയർ വേജസ് കിട്ടാൻ അർഹതയില്ല. ഇപ്പൊ പെൻഷൻ ഫണ്ടിൽ അടയ്ക്കുന്നത് എംപ്ലോയർ ആണ്. അപ്പം ഹയർ റേറ്റിൽ എംപ്ലോയറും കൂടെ അടച്ചാൽ മാത്രമേ നമുക്ക് ഹയർ വേജസിലുള്ള പെൻഷന്റെ എലിജിബിലിറ്റി സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ വോളണ്ടറി കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ യു ക്യാൻ ഡിസൈഡ്, യു ക്യാൻ സ്പീക്ക് വിത്ത് യുവർ എംപ്ലോയർ. ഇപ്പം ഈ മാസം 20,000 അടയ്ക്കാം, അടുത്ത മാസം 25,000 ആവാം. ദ ഓൺലി കണ്ടീഷൻ ഇസ് ദാറ്റ് വി ഓൾസോ ചാർജ് സംതിങ് കോൾഡ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ്. ഒരു സർവീസ് ചാർജസ് നമ്മൾ മേടിക്കുന്നുണ്ട്. അതിന്റെ ലയബിലിറ്റി ആക്ച്വലി എംപ്ലോയർക്കാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഈവൻ ഇഫ് യു ആർ കോൺട്രിബ്യൂട്ടിംഗ് മോർ ദാൻ 15,000, ആ എമൗണ്ടും കൂടെ എംപ്ലോയർ അക്കൗണ്ട് നമ്പർ 2-ല് സർവീസ് ചാർജ് ആയിട്ട് അടയ്ക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഈ കൺസെന്റ് ഫോംസ് എല്ലാം, ഈ ഓപ്ഷൻ ഫോംസ്, കൺസെന്റ് ഫോംസ് ഒക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അപ്പം ഇത് ആക്ച്വലി എംപ്ലോയർ ഒരു കൺസെന്റ് സൈൻ ചെയ്തിട്ട് ദേ ഹാവ് ടു സൈൻ, സോറി ഞാൻ മലയാളത്തിൽ ഒരുപാട് പറഞ്ഞു ഇടയ്ക്ക് വെച്ച്, ഒരു കൺസെന്റ് ഫോം സൈൻ ചെയ്യുക. കൺസെന്റ് ഫോം ഷുഡ് ബി സൈൻ ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് ദ എംപ്ലോയർ, stating that I am willing to contribute on above the ceiling limit of 15,000 and my employer is willing to remit the administrative charges on the extra amount. Okay, that's a duty of the employee as well as the employer. But that is about the EPF scheme. So you will be getting an interest rate. Currently the interest rate is 8.1%. The other advantage is that you can have so many type of advances it's available now. But loan ആയിട്ട് എടുക്കാം. These are all നമുക്ക് തിരിച്ചടക്കേണ്ട advances അല്ല,
പറഞ്ഞോളൂ സർ. ഓക്കെ. ഇല്ല അത് വേണ്ട. അതിൽ here that option form and consent form is irrelevant because you are not remitting about the ceiling. Okay sir. So so many withdrawals are available. You can see in the screen about withdrawals for purchase of site, construction of house, alteration of house, illness, education, marriage purpose. These are all available. ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. No documentation is required for that. You might be knowing most of you might have login അല്ലേ, UANൽ കയറി എല്ലാവരും നോക്കിയിട്ടുണ്ടാവും അല്ലേ നമ്മുടെ യൂണിഫൈഡ് പോർട്ടൽ എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഭയങ്കര ഈസിയാണ്. അതായത് നിങ്ങളുടെ UAN നമ്പർ ഇഫ് ഇറ്റ് ഇസ് ലിങ്ക്ഡ് വിത്ത് യുവർ ആധാർ ആൻഡ് യുവർ ബാങ്ക് അക്കൗണ്ട്, യു ക്യാൻ ഈസിലി അവൈൽ അഡ്വാൻസ് ഫ്രം EPF. Okay, but only thing is that your Aadhaar should be linked. Anyway, your Aadhaar will be linked. Aadhaar link the employer can't file your returns. So your Aadhaar will be anyway linked with us. The other thing is that your bank account also should be linked with the UAN number. That also you have to make sure. അതായത് നിങ്ങൾക്ക് കറന്റ് നിങ്ങൾക്ക് ഈ സാലറി അക്കൗണ്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ you yourself can do it. എംപ്ലോയീസിന് തന്നെ കയറിയിട്ട് അത് ലിങ്ക് ചെയ്യാൻ പറ്റും. എംപ്ലോയർ വിൽ അപ്രൂവ് ഇറ്റ്. മാഡം ഒരു ഡൗട്ട്, ഇപ്പൊ ഈ ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ KYC ലിങ്കിങ്, ഇപ്പൊ 2 വീക്സ് ആയിട്ട് അത് വർക്ക് അല്ല, ടെക്നിക്കൽ ഇഷ്യൂ ഇപ്പൊ 2 വീക്സ് ആയിട്ടുണ്ട്. DSC is not working for the past 2 weeks. Member login is also not working for the past 1 week. DSC is not working for the past 2 weeks. അത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അത് NDC ടീം, അത് നമുക്ക് ഡൽഹിയിലാണ് നമ്മുടെ സെൻട്രൽ സെർവറും കാര്യങ്ങളും. I think better to madam to explain the things later on. We can have a discussion. Okay sir. Yeah. So we can avail so many advances from PF. Your accumulations, you can withdraw for all these reasons. Purchase of site. The condition is that you should have an eligible service of 5 years. Or continuous 4-year service undagil, you can avail advance for purchase of site or construction of house. Adinu maatrana nammal condition parayunna. You should have a regular 5-year service. Other than that, illness, education and for marriage purpose also you should have 7-year service. Okay, illness-ന് criteria പറയുന്നില്ല, ടൈം പീരീഡ് പറയുന്നില്ല, ഡോക്യുമെന്റേഷനും ആവശ്യമില്ല. ഓൺലൈനിൽ കയറിയിട്ട് യു ആർ ജസ്റ്റ് മെൻഷനിങ് ദ റീസൺ ആസ് ഇൽനസ് ഓർ എഡ്യൂക്കേഷൻ. Earlier we have also COVID claims. From the last 10 days we have disabled it. Twice COVID claims avail ചെയ്യാൻ പറ്റുമായിരുന്നു. If now it is disabled. For other purposes you can avail advances and അത് തിരിച്ചടക്കണം എന്നില്ല. So ഇപ്പൊ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ urgency ഉണ്ടെങ്കിൽ you can withdraw from your PF accumulations. That is also all our services is now made online, so it's easy for you. Adatha no need of going to your employer or no need of filling the manual forms and getting it attested by your employer or authorized signatory. So this is regarding the EPF scheme. Now I'll move on to EPS scheme, that is employees pension scheme. So employees pension scheme 1995 ലാണ് നമ്മൾ, next slide sir, 1995 ലാണ് നമ്മൾ അതിനു മുമ്പ് വരെ we have something called as a family pension scheme. Okay, FPS. അപ്പം 1995 ലാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീം നിലവിൽ വരുന്ന. ഈ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ we have an amendment in 2014. Actually, that amendment was upheld by the Supreme Court in the current judgment of November 4th. What that amendment was saying, a person who has joined, the person who has enrolled under EPF after 2014 September 1 and whose wages is more than 15,000. 15,000 മുകളിൽ ശമ്പളം മേടിക്കുന്ന ഒരാള് 2014 സെപ്റ്റംബർ 1 ശേഷം ജോയിൻ ചെയ്യുകയാണെങ്കിൽ he is not eligible for pension. Okay, so our firm is largest social security organization, അറിയാലോ. So EPF. So what the government has decided is, the pension എന്ന് പറയുന്നത് ഒരു low level employees ഉള്ളതാണ്. അപ്പം a person who is earning more than 15,000 ആണെങ്കിൽ അപ്പം അവർക്ക് പെൻഷന്റെ എലിജിബിലിറ്റി ഇല്ല എന്നാണ് ആ അമെൻമെന്റിൽ പറയുന്നത്. ആൻഡ് സുപ്രീം കോർട്ട് ഹാസ് നൗ അപ്ഹോൾഡഡ് ദ ജഡ്ജ്മെന്റ് ഓൾസോ. സോ വാട്ട് ഇസ് ദാറ്റ് ഇസ്, ഇഫ് സംബഡി മോസ്റ്റ് ഓഫ് ദസ് ഇൻ ദിസ് ഗ്രൂപ്പ് മൈറ്റ് ഹാവ് ജോയിൻ ബിഫോർ 2014, അപ്പൊ അവർ പെൻഷൻ ഫണ്ടിൽ ഓൾറെഡി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്, അവർക്ക് ഇത് തടസ്സമാകുന്നില്ല. They can keep on contributing to the pension scheme. അവർക്ക് വിഷയം വരുന്നില്ല. Other employees, അതായത് new recruits who joined after 2014 ആയിരുന്നെങ്കിൽ they are not eligible for employee pension scheme. For them, the 12% share, which I mentioned earlier, the 12% of employee contribution and the 12% of contribution made by the employer will directly go to only provident fund, not to the pension fund. Okay, അപ്പൊ അതാണ് ആ ഒരു വ്യത്യാസം. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ who are all eligible for pension?
And what is the eligibility condition? അത് നമുക്കൂടെ പറയാം. അതായത് നമുക്കൊരു മിനിമം 10 years സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ പെൻഷൻ കിട്ടത്തുള്ളൂ. And you can avail pension only at the age of 50 or 58. That is, from 50 you can either go for a reduced pension. At the age of 58, superannuation pension. And there is something also called deferred pension. ഇപ്പൊ ഇവിടെ റിട്ടയർമെന്റ് ഏജ് 60 ആണല്ലോ. അപ്പം 58-ന് മുമ്പ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഡെഫേർഡ് പെൻഷൻ വേണമെന്ന് പറഞ്ഞാൽ you are eligible for deferred pension also. Deferred pension, it works in 2 ways. That is, with contribution and without contribution. അതായത് 58 വയസ്സ് തികയുന്നതിന്റെ തൊട്ട് മുമ്പത്തെ മാസമെങ്കിലും ഓപ്ഷൻ ഞങ്ങളുടെ ഓഫീസിൽ എത്തിയിരിക്കണം. എന്നാൽ മാത്രമേ ഡെഫേർഡ് പെൻഷനിൽ അർഹതയുള്ളൂ. ഓക്കെ, അപ്പൊ പെൻഷനിൽ ഇത് മൂന്നും മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അതായത് 10 വർഷം സർവീസ് എന്തായാലും നിങ്ങൾ റെഗുലർ എംപ്ലോയീസ് ആണ്. സോ 10 years കണ്ടിന്യൂസ് സർവീസ് വേണം. പിന്നെ വേറെന്ന് വെച്ചാൽ അൺഫോർച്ചുനേറ്റ് എവന്റ് എന്തെങ്കിലും പറ്റിപ്പോണെങ്കിൽ, അതായത് മെമ്പറിന് ഡെത്ത് എന്തെങ്കിലും സംഭവിച്ചു പോവുകയാണെങ്കിൽ ദ നോമിനീസ്, അതായത് ഇപ്പം നമ്മുടെ ഫാമിലി പെൻഷനിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന സ്പൗസ് ആൻഡ് കിഡ്സ്. ഓക്കെ, ദ സ്പൗസ് ആൻഡ് ദ കിഡ്സ് അപ് ടു ദേ റീച്ച് ദ ഏജ് ഓഫ് 25 years വരെ അവർക്ക് പെൻഷൻ കിട്ടും. ആൻഡ് ദ അൺഫോർച്ചുനേറ്റ് ഇവന്റ് ഓഫ് അതായത് ഡെത്ത് ഓഫ് ദ മെമ്പർ, അതിന് സർവീസ് ബാധകമല്ല. ഈവൻ ഇഫ് ഹി ഹാസ് കോൺട്രിബ്യൂട്ടഡ് ഫോർ 1 day or 1 month and something happened to him, his family is eligible for pension. സോ അപ്പം അങ്ങനത്തെ ഒരു വെയിലാണ് ഗവൺമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം ലാസ്റ്റ് വീക്ക് വി ഹാവ് എൻ ക്യാമ്പയിൻ ഓൺ ദിസ് കൺസ്ട്രക്ഷൻ സെക്ടർ. ഇപ്പൊ ട്രിവാൻഡ്രത്തിലെ ഓൾമോസ്റ്റ് ഓൾ സൈറ്റ്സിൽ വി വെന്റ്. സോ വി നോ ദ ഹാർഡ്ഷിപ്പ് ദേ ആർ അണ്ടർഗോയിങ്. ആ റിസ്ക് ഫാക്ടർ അവർക്കൊക്കെ കൂടുതലാണ് അല്ലേ. ഇപ്പൊ സംതിങ് ഹാപ്പൻസ് ടു ദം, ഒരു ഒന്നാമത്തെ നിലയിൽ നിന്ന് താഴെ വീണാൽ പോലും ഹിസ് ഹാൻഡ് ഓർ ലെഗ്സ് വിൽ ബി ഗോൺ. അപ്പൊ നമ്മുടെ ഇവിടെ ഡിസബിലിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ, സാധാരണ ചെയ്തിരുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ഡിസബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോർ എ കൺസ്ട്രക്ഷൻ വർക്കർ, ഫോർ ഒരു ലേബറിന് കാലും കൈയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പം ആ പുള്ളിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിൻബലത്തോടു കൂടി അവർക്ക് വേണമെങ്കിൽ പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ അപ്ലൈ ചെയ്യാം. അവിടെ സർവീസ് ബാധകമല്ല. ഐ തിങ്ക് ഫോർ യു ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ, ബട്ട് സ്റ്റിൽ അതായത് നമ്മൾ അതും കൂടെ അറിഞ്ഞിരിക്കുക. വി ഹാവ് ഡിസബിലിറ്റി പെൻഷൻ, അതിനും സർവീസ് ബാധകമല്ല. ഫോർ ഡിസബിലിറ്റി പെൻഷൻ ഓൾസോ സർവീസ് ഇസ് നോട്ട് ആൻ condition, and for death case also we are not looking on the service factor. Otherwise we need to have a contributing eligible service of 10 years for getting the pension. The other thing what happened in the Supreme Court judgment പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, earlier for pension calculation 12 months ന്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് പ്രിസീഡിംഗ് ഡേറ്റ് ഓഫ് എക്സിറ്റ് ഇന്നാണെങ്കിൽ അതിന്റെ preceding 12 months in the average, we'll take it for pension calculation. But that 2014 amendment, it is clearly mentioned that for taking the pension calculation, we have to take the 60 months ka average wages. So that also Supreme Court has upholded. So pension calculation 60 മാസത്തെ ആവറേജ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് നേരത്തെ അങ്ങനെയായിരുന്നു. അപ്പം കോടതി അത് ശരിവെച്ചു. സോ now we will be നമ്മുടെ സിസ്റ്റം അങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് 60 മാസം. അപ്പൊ പെൻഷന്റെ കാര്യം ഈ 3 മാസം 10 years സർവീസ്, either you can apply for a reduced pension at the age of 50 or a superannuation pension at the age of 58 years. Then in case of unfortunate event, your family will be eligible for a, അതായത് at the time സ്പൗസിനും 2 കുട്ടികൾക്കും 25 വയസ്സാവുന്നവരെ they will be getting a pension. Next slide. Now coming to EDLI. EDLI is nothing, that is നമ്മുടെ PF-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് we have an insurance. Okay, that is അതിന്റെ പേര് തന്നെ Employees Deposit Linked Insurance Scheme എന്നാണ്. That is all. ഇവിടെ EDLI exempted അല്ലല്ലോ. EDLI exempted ആണോ? അല്ല, ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പം ദാറ്റ് ഈസ് PF-ൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് again the same thing, something happens, you will be getting an insurance amount, a maximum assurance amount of 7 lakhs. The only condition is that that person should be contributing at least for the past 1 year. അങ്ങനെയാണെങ്കിൽ maximum assurance benefit of 7 lakhs and minimum assurance benefit of 2.5 lakhs. But that is the insurance benefit. Insurance contribution will be borne by the employer. Okay, അതായത് എംപ്ലോയർ, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് you are contributing 12%, but the employer is contributing 13% in actual. 12% to your PF and pension, 0.5% as service charge, and 0.5% to the insurance. Okay, അപ്പം ഇതും എംപ്ലോയർ ആണ് ബോൺ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഓൾസോ ഐ ടോൾഡ് യു, അതായത് 1 month സർവീസ് ആണെങ്കിൽ പോലും they are eligible for ഡെത്ത് ഇൻ സർവീസ് ആയിരിക്കണം. ഡെത്ത് ഇൻ സർവീസ് ആണെങ്കിൽ they will be getting this insurance amount. Okay, ഇതും ഈ സാമൂഹ്യ സുരക്ഷയുടെ താഴെ EPF-ന്റെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ബെനിഫിറ്റിന്റെ താഴെ വരുന്ന ഒരു സ്കീമാണ് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. അതായത് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഐ ടോൾഡ് യു, അതിന്റെ പേര് തന്നെ എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ നിങ്ങളുടെ പ്രോവിഡന്റ് ഫണ്ട് അക്യുമുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ മിനിമം ഇഫ് യു ആർ കോൺട്രിബ്യൂട്ടിംഗ് ഫോർ 1 year ആൻഡ് ഇഫ് യു ആർ കോൺട്രിബ്യൂട്ടിംഗ് ഓൺ 15,000 ആണെങ്കിൽ മാത്രമേ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 7 lakhs വരത്തുള്ളൂ. ഇപ്പൊ സപ്പോസ് ഈ ലാസ്റ്റ് 1 year ഇപ്പം സപ്പോസ് ആ വ്യക്തി മെഡിക്കൽ ലീവിലായിരുന്നു, ഒരു 6 month കോൺട്രിബ്യൂഷൻ ഇല്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഹി വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ദാറ്റ് 7 lakhs. മേ ബി ഒരു 6 lakhs or 5 lakhs അങ്ങനെ വരും. ഇറ്റ്സ് എ സിസ്റ്റം കാൽക്കുലേഷൻ ഡിപ്പെൻഡിംഗ് ഓൺ ദീസ് 2 factors, whatever accumulation he has on his provident fund and depending on his service. Okay.
EDL എല്ലാവർക്കും എലിജിബിൾ ആണ്. EDL എല്ലാവർക്കും എലിജിബിൾ ആണ്. പെൻഷൻ മാത്രമാണ് എലിജിബിലിറ്റി ഇല്ലാത്തത്. And recent initiatives of EPFO, sir, on the scroll line. So I told initially about the UA and KYC linking. You might be knowing that your Aadhaar is already linked, and if there is any changes in your Aadhaar, അതായത് എന്തെങ്കിലും ഒരു നെയിം ചേഞ്ച് ഉണ്ടെങ്കിൽ, ഒരു ഇനിഷ്യൽ ചേഞ്ച് ഉണ്ടെങ്കിൽ, സ്പേസ് ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടത്തില്ല, ഓൺലൈൻ സർവീസസ് അവൈൽ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതെല്ലാം നമ്മൾ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ജോയിന്റ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോമാറ്റ് ഉണ്ട്. ത്രൂ യുവർ എംപ്ലോയർ യു ക്യാൻ ഫോർവേഡ് ടു ദ ഓഫീസ്. നമുക്ക് ആധാറിലുള്ള ചേഞ്ചസ് നമുക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഐ ടോൾഡ് യു ഏർലിയർ ദാറ്റ് റിഗാർഡിംഗ് ദ ബാങ്ക് അക്കൗണ്ട്സ്, ദ ബാങ്ക് അക്കൗണ്ട്, ഇഫ് ദർ ഇസ് വാട്ട് വി ഹാവ് സീൻ ഇസ് ഇനിഷ്യലി വി ഹാവ് ദിസ് SBTR SBI പ്രോബ്ലം. അതായത് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മറ്റേ SBI ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഈ പഴയ IFSC കോഡാണ് ഒരുപാട് പേർക്ക് കിടന്നത്. ആ പ്രോബ്ലം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ആ നിങ്ങളുടെ പലരുടെയും ചിലപ്പോൾ SBI ആണെങ്കിൽ പഴയ SBTR എന്നുള്ള IFSC കോഡായിരിക്കും കിടക്കുന്നത്. അതൊന്ന് മാറ്റുക. അതല്ലെങ്കിൽ ചിലപ്പം ഓൺലൈൻ സർവീസസ്, അതായത് വിഡ്രോയിൽ ചെയ്യാൻ നേരത്തെ ഇതുപോലെ എറർ എഴുതി കാണിക്കും. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ എല്ലാവർക്കും പാസ്വേഡ് ഓർമ്മയുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഒരു 5 minutes സ്പെൻഡ് ചെയ്തിട്ട് ലോഗിൻ ടു യുവർ പ്രൊഫൈൽ ആൻഡ് സീ വെദർ യു ഹാവ് ഡൺ ഓൾ ദീസ് തിങ്സ്. അതായത് നിങ്ങളുടെ ആധാർ പോലെയാണോ പേര് കിടക്കുന്നത്, വെദർ യുവർ ബാങ്ക് അക്കൗണ്ട് ഇസ് കറക്റ്റ്, ആൻഡ് അതർ തിങ് ഇസ് e-nomination. So we have sent mails to our team, and we are also given so many communication from our side that e-nomination is made compulsory now. Earlier we have something called as we are submitting as the physical formula nominees details you have presented to our office. Now entire thing changed. നമ്മളിപ്പോൾ എല്ലാം ഓൺലൈൻ ആണ്. അപ്പം ഈ നോമിനേഷൻ അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, നോമിനേഷൻ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അത് എംപ്ലോയീസ് ആണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലോഗിനിൽ കയറിയിട്ട് നിങ്ങളുടെ നോമിനീസിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം വി ആർ ആസ്കിംഗ് ഫോർ ദ ഫോട്ടോഗ്രാഫ് ഓഫ് യുവർ നോമിനീസ്, വി ആസ്കിംഗ് ദ ആധാർ പെർട്ടിക്കുലേഴ്സ് ഓഫ് യുവർ നോമിനീസ്. അപ്പം അതും ആധാറിലുള്ളതുപോലെ നിങ്ങളുടെ ഇപ്പം സപ്പോസ് സ്പൗസിന്റെയും കിഡ്സിന്റെ പേര് നോമിനിയായിട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ അവരുടെ ഫോട്ടോസ് വേണം, അവരുടെ ആധാറിലുള്ളതുപോലെ വേണം പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അതൊന്ന് ചെയ്യുക. ഈ നോമിനേഷൻ ഞാൻ ഈ ഒരു വെന്യൂല് ഐ ജസ്റ്റ് റിക്വസ്റ്റ് യു ദ എൻ്റർ ക്രൗഡ് ആൻഡ് ദ പേഴ്സൺസ് ഹു ആർ സിറ്റിംഗ് വ്യൂയിങ് ഓൺലൈൻ that make sure that your e-nomination is filed before the end of this month, because we have got so many communication from the head office stating that some of the online services can be blocked for a person where e-nomination is not done. അപ്പോൾ earlier it was so, അതായത് e-nomination ചെയ്യാത്തവർക്ക് അഡ്വാൻസ് എടുക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഒരുപാട് കംപ്ലൈൻസ് കിട്ടിയതിന്റെ ബേസിസിലാണ് അത് ആ ബ്ലോക്ക് മാറ്റിയത് അവര്. So just make sure that e-nomination എല്ലാവരും ഒന്ന് ചെയ്യാൻ. അപ്പം sir told me that only 800 personnels, 2400 ആൾക്കാരുടെയാണ് ഇവിടെ ECR ഫയൽ ചെയ്യുന്നത് റിട്ടേൺ. അപ്പൊ അതിൽ 800 പേരെ, ഓക്കെ, അതിൽ 1/3 മാത്രമേ ഇതുവരെ, ഓക്കെ, 1/3 മാത്രമേ e-nomination ഫയൽ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് കോപ്പറേറ്റ് വിത്ത് us, സ്പെൻഡ് ഒരു 1 hour or half an hour സ്പെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഡു ദ e-nomination ഓൾസോ. ഇപ്പൊ e-nomination ആക്ച്വലി ആവശ്യം വരുന്നത് എപ്പോൾ എന്ന് വെച്ചാൽ പെൻഷൻ ക്ലെയിം ഫയൽ ചെയ്യുമ്പോഴും EDLI എന്തെങ്കിലും മനുഷ്യരുടെ കാര്യമാണ്, എന്തെങ്കിലും പറ്റിപ്പോവാണെങ്കിലും നമുക്ക് നോമിനീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ e-nomination ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ നോമിനീസിന്, നിങ്ങളുടെ ബെനിഫിഷ്യറീസിന് ബുദ്ധിമുട്ടില്ലാതെ തന്നെ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതർവൈസ് ഇഫ് e-nomination is not filed, നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ലീഗൽ ഹാർഡ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കോടതി അഡ്വക്കേറ്റിന്റെ അടുത്ത് പോകണം, വില്ലേജ് ഓഫീസിൽ പോകണം, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൈൻഡ്ലി സബ്മിറ്റ് e-nomination. പിന്നെ ഐ ടോൾഡ് യു ഏർലിയർ, നൗ വി ആർ നോട്ട് ആസ്കിംഗ് ഫോർ എനി ഡോക്യുമെന്റേഷൻ പ്രൂഫ്സ്. അപ്പം നേരത്തേക്ക് 2011-15 കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസിന് വേണ്ടി അപ്ലൈ ചെയ്തവർക്ക് അറിയാം, വി ഹാവ് എ മാനുവൽ ഫോം, വി ആസ്ക് ഫോർ ഓൾ ദ ഡോക്യുമെന്റ്സ്. ഓക്കെ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് റീസൺ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസും കാണിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസും ഓൾട്രേഷൻ ഓഫ് ഹൗസും നിങ്ങളുടെ എൻ്റെ സർവീസിൽ ഒരിക്കൽ മാത്രമേ അവൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നേരത്തെ അവൈൽ ചെയ്തവർക്ക് ഇനി എടുക്കാൻ പറ്റത്തില്ല, അല്ലാത്തവർക്ക് എടുക്കാൻ പറ്റും. അവർക്കെല്ലാം നൗ ഹി ഹാവ് ദിസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആസ് ഓൺലൈൻ. അപ്പം ഡോക്യുമെന്റേഷൻ ഒന്നും വേണ്ട. ഐ ടോൾഡ് യു, ഇത് നേരത്തെ പ്രിപ്പയർ ചെയ്ത സ്ലൈഡാണ്, അതുകൊണ്ടാണ് കോവിഡ് അഡ്വാൻസ് കയറി വന്നത്. നൗ വി ഡോണ്ട് ഹാവ് എ കോവിഡ് അഡ്വാൻസ്, ഇറ്റ് ഇസ് ഡിസേബിൾഡ്. ഐ വാസ് ഇൻഫോം ദാറ്റ് ഇറ്റ് വാസ് ഡിസേബിൾഡ് ലാസ്റ്റ് വീക്ക്. അതായത് അതിൽ ഓരോന്നിനും ഓരോ കണ്ടീഷനാണ്. അപ്പോൾ അഡ്വാൻസിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ഐ ടോൾഡ് യു അബൌട്ട് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ആണെങ്കിൽ സിസ്റ്റം കാൽക്കുലേറ്റഡ് ആണ് ഇതെല്ലാം. ഇപ്പം മാനുവൽ അല്ല ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ ഷെയറിൽ, അതായത് 100% ഓഫ് എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഷെയർ അത് സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യും. ആൻഡ് 36 times ഓഫ് യുവർ ബേസിക് വേജസ് വാട്ട് യുവർ എംപ്ലോയർ ഹാസ് എൻറ്റേർഡ് ഇൻ ദ സിസ്റ്റം. സപ്പോസ് ഇഫ് യുവർ എംപ്ലോയർ ഹാസ് എൻറ്റേർഡ് 15,000, അതിന്റെ 36 times സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ഷെയറിൽ ഇപ്പോൾ കിടക്കുന്നത് 5 lakhs ആണെന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ മിനിമം ഏതാണോ അതാണ് സിസ്റ്റം റിലീസ് ചെയ്യുന്നത്.
Okay. So many complaints we'll get. Okay? I applied for 5 lakhs. I have an accumulation of 7 lakhs, but I got only 3 lakhs. The thing is this, 36 things are times of 15,000 or 12,000, whatever basic wages your employer has entered. That system minimum of the two ആണ് release ചെയ്യാൻ പറ്റുന്നത്. അത് ആക്ച്വലി ആക്ടിലും സ്കീമിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇൽനെസിന്റെ കാര്യം, അതായത് ഇൽനെസിനും അതുപോലെയാണ് 100% ഓഫ് ഷെയർ, എംപ്ലോയി ഷെയർ, എംപ്ലോയർ വിഹിതം കിട്ടത്തില്ല. നിങ്ങളുടെ പാസ്ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ യു ഹാവ് 2 heads അല്ലേ, ഇഇ ആൻഡ് ഇ ആർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇഇ ഇസ് നത്തിങ്, എംപ്ലോയി ഷെയർ, ഇ ആർ ഇസ് നത്തിങ്, എംപ്ലോയർ ഷെയർ. അപ്പൊ അതിന്റെ 100% അതല്ലെങ്കിൽ 6 times ഓഫ് യുവർ ബേസിക് വേജസ്, അതേ ഇൽനെസിന് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കോവിഡ് ക്ലെയിമിന് 75% ഓഫ് ദ ടോട്ടൽ, അല്ലെങ്കിൽ 3 times ഓഫ് യുവർ ബേസിക് വേജസ്. ഓക്കെ, കണ്ടീഷൻസ് ഉണ്ട്, എല്ലാത്തിനും കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ ഒരു ഡൗട്ട്, ഈ നോമിനേഷൻ ചെയ്യുമ്പോഴത്തേന് അതിൽ എറർ വരികയാണ്. ആധാർ ഒതന്റിക്കേഷൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് എറർ, നെയിം മിസ്മാച്ച് എന്ന് വരികയാണ്. ഒഫീഷ്യൽ നെയിമിൽ എന്റെ എക്സ്പാൻഷൻ ഇല്ല ഇനിഷ്യൽ. അപ്പൊ അത് സാറ് ജോയിന്റ്, അതായത് ആധാറിലുള്ളതാണോ സാർ കറക്റ്റ്, അതോ? ആധാറിൽ എക്സ്പാൻഷൻ ആണ്, ബിജു ശിവാനന്ദൻ ഫുൾ നെയിം കൊടുത്തു. അപ്പൊ ആധാറിലുള്ളതാണല്ലോ കറക്റ്റ് താങ്കളുടെ? ഒഫീഷ്യലി ബിജു എസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആധാർ കറക്റ്റ് ചെയ്താണ്, ആധാർ കറക്റ്റ് ചെയ്തിട്ട് ജോയിന്റ് ഡിക്ലറേഷൻ. മറ്റു പലയിടത്ത് ഫുൾ എക്സ്പാൻഷൻ പേരാണ് ചോദിക്കുന്നത്, ഓൾറെഡി ലിങ്ക്ഡ് ആണ് പലതുമായിട്ട്. ഓക്കെ, അപ്പൊ സാർ ഒന്ന് ഡിസൈഡ് ചെയ്യണം. ആക്ച്വലി ഇപ്പം ഈ പേര് തന്നെയാണോ, അതായത് ഇപ്പം നമുക്ക് ആധാറിലുള്ളതേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതർ സാർ ആധാറിൽ ചേഞ്ച് ചെയ്യുക, അത് അല്ല എങ്കിൽ ജോയിന്റ് ഡിക്ലറേഷൻ തന്നിട്ട് ഞങ്ങളുടെ റെക്കോർഡ്സിൽ ചേഞ്ച് ചെയ്യുക. ദാറ്റ് വിൽ ബി മോർ ഈസിയർ. ജോയിന്റ് ഡിക്ലറേഷന്റെ ഫോർമാറ്റിൽ, പക്ഷെ അത് ആധാറിലുള്ളത് പോലെ ആവണം. ആധാർ വൺ ടൈം അല്ലേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പിന്നീട് എന്തെങ്കിലും ഡിഫിക്കൽട്ടി വന്ന് തിരിച്ച് നമുക്കൊരു ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആധാറിലുള്ളത് പോലെ ഞങ്ങളുടെ റെക്കോർഡ്സിൽ മാറ്റാനായിട്ട് ഒരു ജോയിന്റ് ഡിക്ലറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക, വിച്ച് ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ യു ആൻഡ് യുവർ എംപ്ലോയർ. ഓക്കെ ഓക്കെ okay sir. So these are the 3 schemes, and I told about the latest initiatives of EPF also. So we have something called transfer claim also. This the first one, the linking multiple EPF accounts. So now you have something called an UAN, that is universal account number. So somebody might be working from 2000 to 2005 in Hyderabad, and from 2005 they might have shifted to Tamil Nadu, Pinna to Kerala. So they might be having 3 PF accounts. Okay, so now they can link 3 PF account to the single UAN. The UAN concept was introduced only in the year 2014, and it was made compulsory on 2017. So now we have an UAN. Earlier we don't have an UAN. Appam adoru buddimuttana. So the thing is that if you joined in 2000, that time your UAN is not linked with that particular PF number. So what you are supposed to do, anganathe case undengil what you are supposed to do is, first you have to link that PF number to the UAN. First, you have to link that PF number to the UAN. How to link the PF number to the UAN? You have to send a joint declaration to that concerned PF office. Suppose if you have worked in Mumbai, Bandra regional PF office anengil, you have to enter your UAN details. Adu link cheyuka. Once it is linked, then you can merge all the accounts. Etra accounts venengilum merge cheyam. Online transfer vadiyana. Adu ariyayirikku alle. അതില് ഒരു ഇഷ്യൂ മാഡം, അതിൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററി, ഇപ്പൊ മാഡം പറഞ്ഞല്ലോ മുംബൈയിലേക്ക് വിടണമെന്ന്. അപ്പൊ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. മുംബൈ PF ഓഫീസ് എങ്ങനെ നമ്മൾ ഓതറൈസ്ഡ് കറണ്ട് എംപ്ലോയർ വേണമെങ്കിലും ചെയ്യാം. കറണ്ട് എംപ്ലോയർ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല കാലിക്കറ്റ് ഒന്നും. ചെയ്യുന്നില്ല. PF ഓഫീസ് അക്സെപ്റ്റ് ചെയ്തില്ല ഒരു കേസിൽ. ഒരു മെയിൽ അയച്ചു നോക്കൂ. ആക്ച്വലി ദിസ് ഇസ് എ പ്രോസസ്. ട്രിവാൻഡ്രം ഓഫീസ് വർക്ക് ഇൻ ദിസ് വേ. ഒരു മെയിൽ അയച്ചു നോക്കാം. മാഡം ഓൾറെഡി മെർജ് ചെയ്താണെങ്കിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് പ്രീവിയസ് കാണിക്കുന്നില്ല, അതെന്തുകൊണ്ടാ? മാഡം ലോഗിനിൽ കയറി നോക്കുമ്പോഴാണോ ഡേറ്റ് ഓഫ് ജോയിനിങ് പുതിയതാണോ കിടക്കുന്നത്? പുതിയതാ കിടക്കുന്നത്. മാഡത്തിന്റെ മെമ്പർ പാസ്ബുക്കിൽ ആ പാസ്റ്റ് അക്കമുലേഷൻ കയറി വന്നിട്ടുണ്ടോ? കയറി വന്നിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല, ജോയിന്റ് ഡിക്ലറേഷൻ തന്നിട്ട് ഞങ്ങളുടെ ഓഫീസിൽ മാറ്റാൻ പറ്റും. പാസ്റ്റ് അക്കമുലേഷൻ ഡിഫറൻസ് വരോ? എന്തുവാ? 10 year ഡിഫറൻസ് വരോ? വരാം. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല മാഡം, ആക്ച്വലി നമ്മുടെ സിസ്റ്റം 2011 മുതലാണ് നമ്മളെല്ലാം ഓൺലൈൻ ആക്കിയത്. മാഡം ചെയ്തത് ഏത് വർഷമായിരുന്നു? When you have done your transfer? 2000? Transfer ചെയ്തത് 2007. That's the reason, madam. We can change it, not an issue. If your accumulation has shown in your passbook, then not an issue. നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് അങ്ങനെ ഒരുപാട് പേർക്കുണ്ട് മൾട്ടിപ്പിൾ UAN. അപ്പം സാറിന് ഇപ്പൊ കറണ്ട് ആയിട്ട് ഒരു ആക്റ്റീവ് UAN അല്ലേ ഉള്ളൂ? പറഞ്ഞോളൂ. ഒരെണ്ണേ ഉള്ളൂ. അത് ഏതെങ്കിലും ആയിട്ട് ലിങ്ക്ഡ് ആയിട്ട് കിടക്കുകയാണോ? ഓക്കെ, അത് കറന്റ് ആയിട്ടുള്ളത് 2 അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് ആണ്. ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു UAN വേറൊരു അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിട്ട് കിടക്കുകയാണ്. അത് കുഴപ്പമില്ല, നമുക്ക് മാറ്റാൻ പറ്റും. അതായത് പഴയത് ഓൾറെഡി ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണോ?
ഇല്ലല്ലോ, അല്ല പഴയത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ വിഷയം വരുന്നില്ല. ആ മെമ്പർ ഐ ഡി ഇതിലുമായിട്ട് ലിങ്ക്, അത് ഏത് ഓഫീസിന്റെ ആണ്? അത് ഇവിടെ തന്നെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതും ട്രാൻസ്ഫർ അപ്ലൈ ചെയ്താൽ മതി. ഓൺലൈനിൽ കയറിയിട്ട് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ജോയിന്റ് ഡിക്ലറേഷൻ തന്നിട്ട് ഈ യുഎന്റെ മെമ്പർ ഐ ഡിയുമായിട്ട് അത് ലിങ്ക് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. കാര്യം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആക്ച്വലി മറ്റത് ആധാറുമായിട്ട് ലിങ്ക് അല്ലാത്തതുകൊണ്ട് ട്രാൻസ്ഫർ സമ്മതിക്കില്ല. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് മെയിൽ ചെയ്യൂ, നോക്കാം. ഒന്ന് EDP സെക്ഷനിൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് തന്നാൽ മതി, നോക്കാം. അത് ചെയ്യാൻ പറ്റും. ഇതില്ല. അതായത് the only thing is that if you have multiple UN, make sure that only one UN should be linked with your passbook and the other and your Aadhaar. The other UN വന്ന് നമ്മൾ inactive ആക്കും. മനസ്സിലായില്ലേ? അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് മാത്രം പോയാൽ മതി. ചെയ്യാൻ പറ്റും, നോട്ട് ആൻ ഇഷ്യൂ. ഈ കേസ് ഓൾറെഡി മെയിൽ ചെയ്തല്ലോ, റിപ്ലൈ ഒന്നും വന്നില്ല. റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല. തന്നിരുന്നാ മതി, പോവാൻ നേരത്തെ നോക്കാം. Ma'am, good evening. Hello. Yes, sir. My name is Ansar. See, regarding joint declaration, whether Form 13 is mentioned or any other thing? No, Form 13 is for transfer, sir. Joint declaration is something different. That is, there are so many things which you have to be changed through your employer. Okay. Conditions we need a joint declaration. Like your name, your date of birth, your father's name, your date of joining, your date of exit. These 5 things can be changed through your employer by forwarding a joint declaration. And that should be from present employer, right? Yes, that should be from the present employer. If the details if the particular pertain to your present employer, that should be from your present employer. If the particulars, if the particulars are from your past employer, then the things will be difficult. Okay, ma'am. Another thing, you have told the EPF full pension means pension can start from 52 or 58, right? 50 or 58? 50 or 58. Yeah. Suppose a person want to take a pension after 50 and before 58, whether is it possible? Yeah, you can apply for a reduced pension. The only thing is that you should have exited from your service in exit ചെയ്താൽ മാത്രമേ pension കിട്ടത്തുള്ളൂ. Okay, so for reduced pension, whether any other formula is there? But the other conditions are not there. But the thing is that as the name suggests, your pension will be reduced by 4% each year. Suppose you are getting 1,000 at the age of 58, it will be reduced by 4% at the 57. Further, it will be reduced by 4% if you are applying at the age of 56. Okay, fine. So at any time we can opt for reduced pension? Yes, sir. Yes. And what will happen after 58? Suppose my retirement age is 60 and at the age of 58 I can ask for superannuation pension from EPF, right? Yeah, you can apply for a superannuation pension, sir. But suppose I am on service on 59th year and 60th year. The thing is that you are contributing to pension fund only up to the age of 58. 58 years വരെ മാത്രമേ ഒരു വ്യക്തിക്ക് പെൻഷൻ ഫണ്ടിൽ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. Okay, sir. Okay. So that is not an issue. Okay, automatically I will be exited from EPF by 58. The condition I told you initially, we have something called a deferred pension also. If your employer is opting for a deferred pension, then you can contribute to the pension fund even after 58. Then it will be taken in the last 5-year span, that pensionable salary calculation. Yeah. Pension calculation 60 months, last 60 months so far, up to as per the Supreme Court judgment. Okay, fine. And next thing, suppose if you already told that 2 EPF numbers, okay, of course we can link with a single UN. Suppose 2 UN are there and suppose separately linked with 2 EPF numbers, then what we have to do? That also, joint declaration തന്നിട്ട് correct ചെയ്യുക. You have to correct it using your joint declaration. After that, you can go for an online transfer, sir. Okay, and ma'am, actually in BSNL we have many one major issue is actually suppose we have joined for the service through a training. Okay. That training period EPF amount also our employer have already paid to the EPFO. But most of the this one accounts are not showing that particular training amount as the starting date of EPF. So what is to be done in that case? You have to surely give a complaint to us, sir. We people will come to your establishment and cross-check whether we are remitted or not, because that is the biggest fraud. No, IPC വെച്ചിട്ട് employer-ക്കെതിരെ നമുക്ക് IPC വരെ ഫയൽ ചെയ്യാൻ പറ്റും. Employee deduct ചെയ്തിട്ട്. No. Actually, no. Employer has already paid. That we encouraged when with the management, they said already they and direction was also there. So what you're telling is that returns അത് വരുന്നില്ല അല്ലേ? It's not accounted. No, it is. എന്താന്ന് പറഞ്ഞാലേ ട്രെയിനിങ് പീരീഡിലുള്ള EPF പിന്നീടാണ് നമ്മൾ അടച്ചത്. കോർപ്പറേറ്റ് ഓഫീസിന്റെ ഓർഡർ വന്നപ്പോ ട്രെയിനിങ് പീരീഡിന്റെ EPF പിന്നീടാണ് അടച്ചത്.
വിത്ത് ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇപ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ ഡേറ്റ് ഓഫ് ജോയിനിങ് എല്ലാം കിടക്കുന്ന ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ്. ട്രെയിനിങ് പീരീഡിലെല്ലാം ഇവരെ ഡേറ്റ് ഓഫ് ജോയിനിങ് കിടക്കുന്നത്. ഒരു 3 months ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. 3 months കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ലേറ്റർ ഓൺ നമ്മൾ വിത്ത് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അതേ ഡ്യൂ മന്ത് കാണിച്ചല്ലേ ചെയ്തത്? അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ കയറി വരും. പക്ഷേ ഈ പറഞ്ഞ പക്ഷേ സർവീസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇവരെ ഡേറ്റ് ഓഫ് അതൊരു കാര്യം ചെയ്താൽ മതി. എല്ലാവരുടെയും കൂടെ ചേർന്ന് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു കവറിംഗ് ലെറ്റർ വെച്ചിട്ട് ജോയിന്റ് ഡിക്ലറേഷൻ എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് ഡേറ്റ് ഓഫ് ജോയിനിങ് മാറ്റാൻ പറഞ്ഞിരുന്നാൽ മതി. ഇതിപ്പോ നമ്മൾ ബാച്ചസ് ആയിട്ട് അങ്ങനെ ചെയ്തിരുന്നാൽ മതി. ഇപ്പൊ വേറെ ഓപ്ഷൻ ഇല്ല സർ, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല ഒരു ബൾക്ക് ആയിട്ട് ഒരു കംപ്ലീറ്റ് ജോയിന്റ് ഡിക്ലറേഷൻ, ദാറ്റ്സ് വാട്ട് ജോയിന്റ് ഡിക്ലറേഷൻ ഇറ്റ് ഷുഡ് ബി it should have a mutual consent by employee and employer. Okay sir. So that matter we have to take up with administration and we have to get it done. Yes sir, right? yeah you have to speak with your employer and you have to clear it sir. Okay ma'am, okay ma'am. Thank you. I think now I'll pass on to my colleague Tojin sir. He'll speak about e-nomination. കേട്ടൂടാ സർ? അല്ലല്ല, ഈ ഡെഫേർഡ് പെൻഷൻ എന്ന് പറയുന്നത് അത് രണ്ട് വിധത്തിൽ ചെയ്യാൻ പറ്റും, വിത്ത് കോൺട്രിബ്യൂഷൻ ആൻഡ് വിത്തൗട്ട് കോൺട്രിബ്യൂഷൻ. അപ്പൊ നിങ്ങൾ കോൺട്രിബ്യൂഷൻ അടച്ചിട്ടുണ്ടെങ്കിൽ 60 മുതൽ ബാക്കിലുള്ള 60 months. അതെ, ബേസ്ഡ് ഓൺ ദ കോൺട്രിബ്യൂഷൻ. പെൻഷൻ ഫണ്ടിലാണ് പോകുന്നത്. അതെടുക്കും. എക്സ്ട്രാ സർവീസ് പീരീഡ് 2 വർഷവും കൂടെ കിട്ടും. മാഡം അവിടുത്തെ മെയിൻ പോയിന്റ് ഇതാണ്, അതായത് 60 years വരെ ഒരാൾ ഓപ്റ്റ് ചെയ്തു. അപ്പൊ അയാളുടെ ആവറേജ് 16 months സാലറി ഫ്രം 55 years to 60 years ആണോ അതോ 53 years to 58 years ആണോ? അതാണ് സർ. അതായത് ഡെഫേർഡ് പെൻഷനിൽ 2 രീതിയിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതായത് 2 രീതിയിൽ ഡെഫേർഡ് പെൻഷൻ ഓപ്റ്റ് ചെയ്യാം, വിത്ത് കോൺട്രിബ്യൂഷൻ ആൻഡ് വിത്തൗട്ട് കോൺട്രിബ്യൂഷൻ. സാറ് വിത്ത് കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അടച്ചത് വരെയുള്ളതിന്റെ ബാക്കിലോട്ട് നമ്മൾ എടുക്കും. അതായത് നിങ്ങൾ 59-60 തികയുന്നവരെ അടയ്ക്കുമല്ലോ, അത് മുതൽ നമ്മൾ എടുക്കും. അതല്ലെങ്കിൽ വിത്തൗട്ട് കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ സിസ്റ്റം എടുക്കത്തില്ല, അത് സർവീസ് മാത്രമേ കിട്ടത്തുള്ളൂ. അത് എംപ്ലോയറുടെ ഡിസിഷൻ ആണ്. എംപ്ലോയറുടെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതും ഇറ്റ്സ് എ മ്യൂച്വൽ, ഇറ്റ് വർക്ക്സ് ഓൺ എ മ്യൂച്വൽ കൺസെന്റ് ഫോം. സോ യു പീപ്പിൾ ആർ ടെല്ലിംഗ് ടു എംപ്ലോയർ എനിക്ക് വേണം പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇല്ല ഡീഫോൾട്ട് ആയിട്ട് പിടിക്കണം എന്നില്ല. Ma'am, one more thing. Suppose a wrong entry is happened with the EPF. Wrong entry in the sense, suppose a person was having a particular EPF account at the Hyderabad. Hello? Am I audible? Yeah. Ma'am, suppose as you told, suppose a person was working at Hyderabad and he got transferred to Trivandrum. Okay. So up to 2014 he was at Hyderabad and he was paying to one particular EPF account. Okay. And later it was linked with a new EPF account at Trivandrum and both the things were merged together. Okay. Now by wrongly after joining in Trivandrum again employer wrongly made a payment to EPF of a Hyderabad account, say suppose for 1 or 2 year, and again they got it corrected and made back to the original account. Okay. So again some amount is pending with the Hyderabad account. So what is to be done? So 2 things I need a clarification, sir. Whether that person was given a dual contribution, that is the employer of Trivandrum. No, dual contribution. Actually, by the mistake of employer only, that particular EPF account, the payment was gone. And after they got it, found it correct, and then no amount is there. Amount is there with EPF. This happened because you have so many codes earlier. BSNL നേരത്തെ ഒരുപാട് രജിസ്ട്രേഷൻ കോഡ് ഉണ്ടായിരുന്നുണ്ടായിരിക്കും ഇത് സംഭവിച്ചത്. In that case also you can apply for a transfer and then only you can get it corrected. But a transfer, ma'am, transfer means online it is not possible because already date of exit at Hyderabad is 2014. That you can correct, sir. That you can correct by sending a joint declaration. Fine. Because with employer. OB, can I talk, sir? Through employer only. Yeah, because the OB adjustment can be done. അതായത് ഞങ്ങളുടെ സിസ്റ്റത്തിൽ OB adjustment ഒരു ഓഫീസിൽ മാത്രമേ തമ്മിൽ മാറ്റാൻ പറ്റത്തുള്ളൂ.
That is suppose against my account, if sir's account, സാറിന്റെ മണിയാണ് വന്നതെങ്കിൽ ഇങ്ങോട്ട് മാറ്റാൻ പറ്റും, not to other offices. OB adjustment is not possible in that way. Okay. അപ്പൊ അതുകൊണ്ട് only option is online transfer. Okay. അദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പ് ഫാമിലി പെൻഷന്റെ കാൽക്കുലേഷൻ എന്ന് പറയും ബെനിഫിറ്റ്സ്. അതായത് ഫാമിലി പെൻഷൻ എന്നല്ല സർ, ഫാമിലി പെൻഷൻ സ്കീം ഇല്ല. നൗ വി ഹാവ് ഓൺലി എംപ്ലോയി പെൻഷൻ സ്കീം. ഓക്കെ. സോ ഇഫ് സംതിങ് ഹാപ്പൻസ്, ഈ സർവീസിലിരിക്കെ 58 വയസ്സിന് മുമ്പ് എന്തെങ്കിലും പറ്റി പോവുകയാണെങ്കിൽ your spouse will be getting, okay, your spouse will be getting a pension, as well as your kids if their age is below 25 years. 25 years ആവുന്ന വരെ at a time 2 kidsന് പെൻഷൻ കിട്ടും. And it will automatically stop when they reach 25 years. Okay. If after service, അതായത് സാറിന് പെൻഷൻ പറ്റി PPO ഒക്കെ ജനറേറ്റ് ആയി, you are receiving a pension, and something happens to you and it goes to the pension automatically, your spouse is eligible to get the pension. And 50% കിട്ടും സ്പൗസിന്. അതെ. ചിൽഡ്രന് 1/4 വരത്തുള്ളൂ അല്ലെ, 25%. അത്രയും കിട്ടും. അതായത് അത് ഈ ചിൽഡ്രന് പെൻഷൻ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സർ, അതിന്റെ കണ്ടീഷൻ 25 ഇയേഴ്സിന്റെ. അതെ. Ma'am, we have two hand raised. Mr. Abdullah MP, can you please unmute your mic and talk? കേട്ടില്ല, ഒന്നുകൂടെ. അല്ല, 2-3 നമ്മുടെ സൂം ലിങ്കിൽ നിന്ന് 2 പേര് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. അബ്ദുള്ള MP, ഒരു സുരേന്ദ്രൻ. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് യു കൻ ആസ്ക്. Okay. Yeah. Yes, sir. Abdullah, please. Okay. Deepu Chandran, please. Please unmute your mic. Hello. അബ്ദുള്ളയാണ്. ഹലോ. Yes, please. പറഞ്ഞോളൂ. പറഞ്ഞോളൂ ദീപു. ഹലോ. ദീപു സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ അബ്ദുള്ളയാണ്. ഞാൻ 2004 തൊട്ട് 2006 ചെന്നൈയിലെ ഒരു ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള EPF അക്കൗണ്ട് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു, EPF എമൗണ്ട്. അത് ഇപ്പൊ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? 2004-06 മുതൽ സാറ് കേട്ടൂടാ സാർ? അബ്ദുള്ള സാർ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാമോ? അബ്ദുള്ള വീണ്ടും ഇതായി മ്യൂട്ടായി പോയി, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോ ഒന്നുകൂടി. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല മാഡത്തിന്. ഇല്ലെങ്കിൽ അടുത്ത ആൾ പറഞ്ഞോ. ദീപു ചന്ദ്രൻ ഉണ്ട്. ഞാൻ അബ്ദുള്ള തന്നെയാണ്. 2004 to 2006 ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള EPF എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്തു. ഇപ്പൊ ഇനി ആഡ് ചെയ്യാൻ പറ്റുമോ? അത് 2 വർഷത്തെ സർവീസ് അവിടെ ഉണ്ട്. അത് EPF കിട്ടുന്ന രീതിയിൽ. ഇല്ല സാർ, അത് പറ്റത്തില്ല. വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, അത് പറ്റത്തില്ല. ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ അതെ, ആ സർവീസ് നിങ്ങൾക്ക് കിട്ടത്തില്ല സാർ. നിങ്ങൾ സാർ പെൻഷൻ ഫണ്ട് എങ്ങനെയാ വിഡ്രോ ചെയ്തത്? PF മാത്രമാണോ വിഡ്രോ ചെയ്തത്? പെൻഷൻ ഫണ്ടും കൂടെ PF മാത്രം. അതൊന്ന് സാർ ചെക്ക് ചെയ്യൂ. PF മാത്രമാണ് വിഡ്രോ ചെയ്തെങ്കിൽ സർവീസ് കിട്ടും. പെൻഷൻ ഫണ്ടിന്റെ കോൺട്രിബ്യൂഷൻ ഒരു സ്കീം സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കുക. ആ ഓഫീസിൽ സാർ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ 10C എന്ന് പറയും. 10C അപ്ലൈ ചെയ്തിട്ട് സ്കീം സർട്ടിഫിക്കറ്റ് മേടിക്കാനേ പറ്റത്തുള്ളൂ. മറ്റേ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് രണ്ടും കൂടെ ചേർന്ന് വരുന്നത്. ഇതിപ്പം സാർ PF വിഡ്രോ ചെയ്യുന്ന സ്ഥിതിക്ക് സ്കീം സർട്ടിഫിക്കറ്റ് ഒന്ന് 10C അപ്ലൈ ചെയ്തിട്ട് അവൈൽ ചെയ്ത് വെക്കുക, മേടിച്ച് വെക്കുക. ആ സ്കീം സർട്ടിഫിക്കറ്റ് സാർ മേടിച്ച് വെക്കുകയും സാറ് പെൻഷന്റെ സമയത്ത്, അതായത് പെൻഷൻ അപ്ലൈ ചെയ്യാൻ സമയത്ത് നമ്മളെ പെൻഷൻ ആപ്ലിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്കീം സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിൽ S എന്ന് കാണിക്കുകയും സ്കീം സർട്ടിഫിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സർവീസും കൂടെ സറണ്ടർ ചെയ്യേണ്ടി വരും ആ ടൈമിൽ.
സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ സർവീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ സർ. മാഡം ദീപു പ്ലീസ്. ദീപു. VRS വന്നൊരു 45 പറഞ്ഞു വിട്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് കൊച്ചു ജോലിക്ക് പോയെന്ന് വിചാരിക്കുക. അപ്പൊ പെൻഷൻ എടുക്കുന്നതിൽ ലാസ്റ്റ് കൊച്ചു ജോലിക്ക് പോയ 5 കൊല്ലത്തിന്റെ ആവറേജ് ആയിരിക്കുമോ? അതായത് ഇപ്പം സപ്പോസ് 45 VRS എടുത്ത ഒരാള്, അപ്പൊ നമ്മൾ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, സാർ ഇപ്പൊ PF കവേർഡ് സ്ഥാപനത്തിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഈ അക്കമുലേഷൻസ് എല്ലാം സാർ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പൊ സാറിന്റെ ലാസ്റ്റ് എംപ്ലോയർ, കറണ്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പെൻഷൻ ഫണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആ ആവറേജേ എടുക്കത്തുള്ളൂ. അവിടുത്തെ ലാസ്റ്റ് ശമ്പളം കുറവാണെങ്കിൽ അതേ എടുക്കത്തുള്ളൂ. കുറയും. ഫസ്റ്റ് സെപ്റ്റംബർ 2014 2 lakh എടുത്തു. അത് നമുക്ക് തിരിച്ചടയ്ക്കാമോ? സാർ അതിന്റെ അക്കമുലേഷൻസ് വിഡ്രോ ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമേ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഇനി പറ്റത്തില്ല എന്ന് വെച്ചാൽ, ഇനി പറ്റത്തില്ല എന്ന് വെച്ചാൽ മെർജ് ചെയ്യാം, ആ പഴയ സർവീസ് മെർജ് ചെയ്യാൻ പറ്റും. ആക്ച്വലി എങ്ങനെയാന്ന് വെച്ചാൽ, അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറുടെ അടുത്ത് റിവീൽ ചെയ്യണം എന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് നേരത്തെ ഒരു PF ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് റിവീൽ ചെയ്യണം എന്നുണ്ട്. അപ്പം നിങ്ങളത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയാണ് തെറ്റുപറ്റിയെന്ന് നമുക്കറിയത്തില്ല. സാധാരണ നമ്മൾ ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുമ്പോൾ Form 11 മേടിച്ച് വെക്കണം എന്നാണ്. അതിൽ പ്രീവിയസ്ലി എനിക്കൊരു PF നമ്പർ ഉണ്ട് അല്ലെങ്കിൽ UN ഉണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ വരത്തില്ലായിരുന്നു. ഹി മൈറ്റ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു യുവർ പെൻഷൻ ഫണ്ട് ഓൾസോ. ഇഫ് ഇറ്റ് ഡസന്റ് ഹാപ്പൻ, ഇനി അവർക്ക് അടച്ചു പോകാൻ പറ്റത്തില്ല. ഇതിപ്പം സാർ ഈ പറഞ്ഞ പോലെ പഴയ സർവീസ് വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ അതൊരു ടെക്നിക്കലി ഒരു വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വീണ്ടും വേണമെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ഫണ്ട് അടയ്ക്കുമോ, നിങ്ങളുടെ എംപ്ലോയർ അടയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് യു ഹാവ് ടു സിറ്റ് വിത്ത് ദം ആൻഡ് ടോക്ക്. അതാ ഞാൻ പറഞ്ഞത്, ആക്ച്വലി അവിടെ ഒരു ഒരു തെറ്റ് പറ്റി. അതായത് നിങ്ങൾ അടച്ചില്ല ആ ഡേറ്റ് ഓഫ് ജോയിനിങ് ടൈമിൽ, യു ഹാവൻ ഫിൽ ദ Form 11. അപ്പം സോ ഐ എം നോട്ട് ഇൻ എ കറക്റ്റ് പൊസിഷൻ ടു ആൻസർ നോ, ബിക്കോസ് നൗ ഈ ഇഷ്യൂസ് ഓഫ് ഹയർ പെൻഷൻ വേജസ് ഉള്ളതുകൊണ്ട്. സോ നൗ സോ മെനി സിൻസ് ലൈവ് സ്ട്രീമിംഗും കൂടെയാണ്, ഞാൻ പറഞ്ഞു നാളെ കൊണ്ടുവന്നാണ്. So I can't say a proper answer. The thing is that you are supposed to do it in 2014 itself. അല്ലെങ്കിൽ at the time of joining the current employer, you are supposed to reveal the facts that I have an active UN or an active PF number എന്നുള്ളത്. Okay. മേഡം വേറൊരു ഡൗട്ട്. മാഡം ഇപ്പൊ പലരെ കേസ് ഹലോ 1 മിനിറ്റ്. പലരെ സർവീസ് ഹിസ്റ്ററി നോക്കുമ്പോ മേഡം, ഇപ്പൊ വേറൊരു സർക്കിളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ട്രാൻസ്ഫർ ആയി ജോയിൻ ചെയ്തവരെ ഡേറ്റ് ഓഫ് എക്സിറ്റും ഡേറ്റ് ഓഫ് ജോയിനിങ് തമ്മിൽ ഒരു 6 or 7 ഡേയ്സിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ട്. സപ്പോസ് ഇപ്പോൾ 25th ജനുവരിന്ന് അവിടെ ഡേറ്റ് ഓഫ് എക്സിറ്റ് അടിച്ചു, ഇവിടെ വന്ന് ജോയിൻ ചെയ്യണത് 1st ഫെബ്രുവരിയിലാണ്. അപ്പൊ ഈ ഗ്യാപ്പിൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ വല്ല കൺസേൺ ഉണ്ടോ? കൺസേൺ അല്ല, അതായത് ആക്ച്വലി അവിടെ നിന്ന് അവര് റിലീവ് ചെയ്തത് 24th-4th-നായിരുന്നു. പക്ഷെ അവിടുത്തെ ആ മന്തിലെ സാലറി മൊത്തം EPF കോൺട്രിബ്യൂഷൻ അവിടെ നിന്ന് അടച്ചിട്ടുണ്ട്. പക്ഷെ അവര് ഡേറ്റ് ഓഫ് എക്സിറ്റ് മാർക്ക് ചെയ്ത് ആക്ച്വൽ ഡേറ്റ് ഓഫ് റിലീവിന്റെ ഡേറ്റ് ആണ് മാറ്റിയത്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ആക്ച്വലി നമ്മൾ നോക്കുന്നത് NCP എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, നോൺ കോൺട്രിബ്യൂട്ടറി പീരീഡ്. അതായത് ഇഫ് ദ എംപ്ലോയർ ഇസ് നോട്ട് കോൺട്രിബ്യൂട്ടിംഗ് ഫോർ 5 days ഓൺ അക്കൗണ്ട് ഓഫ് സംതിങ്, മെഡിക്കൽ ലീവിലായിരുന്നു അല്ലെങ്കിൽ ലോസ് ഓഫ് പേ ആയിരുന്നു, ആ ഒരു കണ്ടീഷനിൽ വി ക്യാൻ മാർക്ക് ആൻ NCP. ബട്ട് ഇൻ ദിസ് കേസ് ദിസ് ഇസ് യൂസ്ഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റീവ് എറർ വിച്ച് ഹാപ്പൻഡ്. So instead of entering the correct date of exit, they have marked the date of relieving date ആണ് മാർക്ക് ചെയ്തത്. അപ്പൊ അതും you can only correct it through a joint declaration. അതിന് ജോയിന്റ് ഡിക്ലറേഷൻ കൊടുക്കേണ്ടി വരും ഈ 6 days. If you want that ആ ഒരു അതല്ലെങ്കിൽ what happens is at the time of ഈ മറ്റേ പെൻഷൻ അപ്ലൈ ചെയ്യാൻ നേരത്തെ ആ പീരീഡ് ബ്രേക്ക് ആയിട്ട് കാണിക്കേണ്ടി വരും. മാഡം, ഈ നമ്മുടെ നോൺ കോൺട്രിബ്യൂട്ടറി പീരീഡ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഹയർ എഡ്യൂക്കേഷന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബ്രീഫ് പീരീഡ് ഓഫ് ഒരു 2 years അങ്ങനെയൊക്കെ ഉള്ള, അത് എന്താണ് അതിന്റെ ഒരു കണ്ടീഷൻ? അതായത് ദ തിങ് ഇസ് ദാറ്റ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ അങ്ങനെയൊക്കെ ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല സാർ. അതായത് ഒരു ലോങ് ലീവ് എടുക്കുമ്പോൾ ഇപ്പൊ എംപ്ലോയർ അവരുടെ സർവീസിൽ റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലീവ് തരുന്നതെങ്കിൽ, അതായത് യു ആർ സ്റ്റിൽ ഓൺ ദിയർ റൂൾസ്, യു ആർ സ്റ്റിൽ ഓൺ ദ റൂൾസ് ഓഫ് BSNL, അങ്ങനെയാണെങ്കിൽ യു ആർ സ്റ്റിൽ member, you are still a PF member. But the thing is that your contribution is not made for the past 2 months or 2 years or whatever. ആ പീരീഡ് അത്രയും നിങ്ങളുടെ എംപ്ലോയർ NCP ആയിട്ട് കാണിക്കണം, നോൺ കോൺട്രിബ്യൂട്ടറി പീരീഡ് ആയിട്ട് കാണിക്കണം. നോൺ കോൺട്രിബ്യൂട്ടറി പീരീഡ് ഇസ് ടേക്കൺ ആസ് ബ്രേക്ക്, സർവീസിൽ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. But suppose ma'am, say continuous service, we need 10 years or total service pensionable salary is being calculated. Suppose non-contributory period is for 2 years. Suppose I worked for 10 years, then I have
non-contributory period of 2 years. And again, I am അത് എലിജിബിൾ സർവീസിന് അക്കൗണ്ട് ചെയ്യത്തില്ല സർ. അത് ഇപ്പം അത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് എ പേഴ്സണൽ റീസൺ ആ 2 ഇയേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യാത്തത് പേഴ്സണൽ റീസണിലാണല്ലോ. അത് നമ്മൾ എടുക്കത്തില്ല, സർവീസിൽ കൗണ്ട് ചെയ്യത്തില്ല. കോൺട്രിബ്യൂട്ടറി സർവീസ് ആയിരിക്കണം. that is okay. Whether it require continuous contributory period. അല്ലല്ല, നോട്ട് റിക്വയർഡ് സർ. Okay, നോട്ട് റിക്വയർഡ്. ടോട്ടൽ എലിജിബിൾ സർവീസ് 10 ഇയേഴ്സ് ആയിരിക്കണം എന്നേ ഉള്ളൂ. Okay. കണ്ടിന്യൂസ് പീരീഡ് ആവണമെന്നില്ല, വേണ്ട. Okay. ഹലോ മേഡം കേൾക്കാവോ? പറഞ്ഞോളൂ മേഡം, എന്റെ പേര് ദിബു. എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ആണ് മേഡം നേരത്തെ പറഞ്ഞതിന്റെ. ഈ എന്റെ സർവീസ് പെൻഷനബിൾ സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുക 58ാമത്തെ വയസ്സ് വെച്ചിട്ടായിരിക്കുമോ? അറ്റ് ദ ഏജ് ഓഫ് 58 ആണോ അതെയോ 60 ആണോ? ഇതിപ്പോ എന്റെ കമ്പനി 60 വയസ്സ് വരെയും എനിക്ക് സർവീസ് ഉണ്ട്. എന്റെ EPF 60 വയസ്സ് വരെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സാറേ ഏതാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ സൂപ്പറാനുവേഷൻ പെൻഷൻ, your date of exit of EPS will be taken as when you reach 58. If you are applying for a deferred pension, a date of exit will be taken when you എപ്പോഴാണ് 60 ആവുന്നത് അതായിരിക്കും. ഞാൻ പെൻഷൻ പ്രീപോൺ ചെയ്യുവാണെങ്കിൽ എന്റെ സർവീസ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക at the age of 58 വെച്ചായിരിക്കുമോ? പെൻഷൻ പ്രീപോൺ എന്ന് പറഞ്ഞാൽ സാറ് സർവീസിലിരിക്കുന്ന പെൻഷൻ 50ാമത്തെ വയസ്സിലേക്ക് പ്രീപോൺ ചെയ്യുവാണെങ്കിൽ reduced pension. Yeah, sir. The condition is that you should not be in the service when you apply for a pension. Okay, sir. Suppose you have opted for a VRS. You are opted for a VRS at the age of 52 years and if you want a pension from 52, then you are applying for a reduced pension at the age from 52. അല്ലേ? അങ്ങനെയല്ലേ വരത്തുള്ളൂ? അതെ. അന്നേരം എടുക്കുന്ന സർവീസ് പീരീഡ് എന്ന് പറയുന്നത് 58 വരെയുള്ളതായിരിക്കും മാഡം? അതെയോ? ഇല്ല, because you have contributed only till 52 അല്ലേ? ഓക്കെ. വീണ്ടും ഒരു കാര്യം മാഡം, 58ാമത്തെ വയസ്സിൽ ഇഫ് ഐ അപ്ലൈഡ് ഫോർ സൂപ്പറാനുവേഷൻ പെൻഷൻ, ദെൻ എന്റെ പിന്നെ വരുന്ന EPF-ലേക്ക് പോകുന്ന കോൺട്രിബ്യൂഷൻ പെൻഷൻ ഫണ്ട് മാത്രമല്ലേ സസ്പെൻഡ് ചെയ്യത്തുള്ളൂ, അല്ലാണ്ട് EPF-ഉം സസ്പെൻഡ് ചെയ്യപ്പെടുവോ? നമുക്കൊരു ഡെഫേർഡ് പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സാർ. അത് 2 രീതിയിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം, വിത്ത് കോൺട്രിബ്യൂഷനും വിത്തൗട്ട് കോൺട്രിബ്യൂഷനും. ഇപ്പൊ നോർമലി വിത്തൗട്ട് കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ PF-ൽ മാത്രമേ പോകത്തുള്ളൂ. അതായത് എംപ്ലോയറുടെ 12% PF-ലേക്ക് മാത്രമായിരിക്കും പോവുക. അതെ. വീണ്ടും ഒരു ഇത് ക്ലാരിഫിക്കേഷൻ കൂടെയാണ് മാഡം. ഈ നമുക്കിപ്പം EPF കോൺട്രിബ്യൂഷൻസിന് 2.5 ലക്ഷത്തിന് മുകളിൽ ഇപ്പം ടാക്സബിൾ ആണ്. സോ ടാക്സബിൾ ക്ലോസും കൂടെ എന്ന് പറയാം. അതായത് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരുപാട് എംപ്ലോയീസിന് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഏത് പാർട്ടാണ് ഇപ്പൊ ടാക്സബിൾ ആയിട്ടുള്ളത്, ഏത് പാർട്ടാണ് ടാക്സബിൾ അല്ലാത്തുള്ളത്? അല്ല, അതായത് ഇപ്പം നിങ്ങൾക്ക് അത് ആപ്ലിക്കബിൾ ആവത്തില്ല. കാരണം മോർ ദാൻ 5 ഇയേഴ്സ് ഉണ്ടെങ്കിൽ അത് ടാക്സബിൾ അല്ല. അങ്ങനെയുണ്ടോ മാഡം? മോർ ദാൻ 5 ഇയേഴ്സ് ടാക്സബിൾ അല്ല. Okay, ma'am. One more doubt. Madam. അതായത് ഇപ്പൊ PF വിഡ്രോ ചെയ്യാൻ കോൺട്രിബ്യൂഷന്റെ കാര്യമാണ്. ആനുവൽ കോൺട്രിബ്യൂഷൻ എക്സീഡിംഗ് 2.5 lakhs. 1 ഇയറിൽ 2.5 lakhsന്റെ മോറിൽ വരുന്നത് വരുന്നുണ്ടെങ്കിൽ 2021-22 ഫിനാൻഷ്യൽ ഇയർ തൊട്ട് ടാക്സബിൾ ആണെന്നുണ്ടായിരുന്നു. അതിന്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മീൻസ് നമ്മുടെ ECR-ൽ നമ്മൾ അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതുവരെ വെച്ചിട്ടില്ല. ECR-ൽ അങ്ങനെ കാണിക്കുന്നില്ലല്ലോ. പക്ഷെ ഞാൻ EPF ഓഫീസിൽ വിളിച്ചപ്പോ 10% TDS പിടിക്കുന്ന TDS അത് എംപ്ലോയറുടെ ഇതായിട്ടാണ്, നിങ്ങളാണ് ഡിഡക്ട് ചെയ്തിട്ട് ചെയ്യേണ്ടത്. സർ അതൊന്ന് നിങ്ങളുടെ എംപ്ലോയറുമായിട്ടൊന്ന് ആ ഇഷ്യൂ ഒന്ന് ടേക്കപ്പ് ചെയ്യണം കേട്ടോ സർ. അത് ഞങ്ങളല്ല അത് ചെയ്യുന്നത്, അത് TDS ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ EPF സർക്കുലറുകളിലും ഇതിലുള്ളതും EPF 10% പിടിക്കുകയും ബാക്കിയുള്ളത് നമ്മൾ അറിയിക്കണം എന്നുള്ളതുമാണ്. ഞാൻ ക്ലാരിഫൈ ചെയ്യാം സർ. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യുവർ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ. ഞങ്ങൾ നോക്കട്ടെ സിസ്റ്റത്തിൽ അങ്ങനെ പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. We are aware about the circular, but how they are deducting എന്നുള്ളത് we are not very clear. Ma'am, one more doubt. With regard to this full pension option, anyway, we are expectedly some clarification and guidelines may come from EPF only later. Hello? With respect to this higher pension option, we are expecting some clarifications and guidelines from EPF and ministry soon. Yes, okay. So, as far as BSNL employees concerned, yes, sir, you can.
പറഞ്ഞോളൂ. As far as BSNL employees are concerned, many of us are already in service before 2014, and we may give further option as per EPFO guidelines, which is expected within say 2 or 3 months. Okay. Now our doubt is during the earlier period we have taken some amount from EPF. Because as you know, BSNL is an unexempted organization, so total 24% is already available with the EPFO. Means employer 12% and our employee 12%. Suppose we took some amount from employee contribution, and later EPFO, if needed to have some adjustment, whether this amount need to be repaid or it will be automatically adjusted within our account. എന്റെ ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു 5 lakhs EPF-ൽ നിന്ന് ഓൾറെഡി വിഡ്രോ ചെയ്തു. ഓക്കെ, ആസ് ആൻ അഡ്വാൻസ്. ഓക്കെ, കോവിഡ് അഡ്വാൻസ് എന്ന രീതിയിൽ 3 lakhs അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് 5 lakhs ഞാൻ എടുത്തു. അതിനുശേഷം ഇപ്പം എനിക്ക് EPF ഫുൾ പെൻഷനിലേക്ക് ഞാൻ ഓപ്റ്റ് ചെയ്യുകയാണ്. ഇപ്പൊ പുതിയ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഞാൻ EPF ഫുൾ പെൻഷനിലേക്ക് ഓപ്റ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് എന്റെ EPS-ന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 8.33% ഓഫ് ദാറ്റ് 12%, 8.33% നമ്മുടെ ബേസിക് പ്ലസ് DAയുടെ കറസ്പോണ്ടിങ് ആയിട്ട് മാറണം. ആ എമൗണ്ടിലേക്ക് ഇപ്പൊ ഉള്ള എമൗണ്ടിൽ നിന്ന് റീ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമോ, അതോ ഞാൻ ആ പർട്ടിക്കുലർ പീരീഡിൽ വീണ്ടും തിരിച്ചടക്കേണ്ടി വരുമോ? സർ, ഈ ഡൈവേർഷൻ എന്ന് പറയുന്ന ആക്ച്വലി BSNL എലിജിബിൾ ആണോ എന്ന് പോലും നമുക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഡേറ്റ് ഓഫ് ജോയിനിങ് ഇന്ന് ഹയർ വേജസിൽ അടയ്ക്കുന്നവർക്ക് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ. ഓക്കെ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അടയ്ക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിലിപ്പം ദ അതർ 2 things is regarding the option. Okay, that is you are still in service, so you have to exercise an option, and government has and court has given 4 months time. So how to go about with the option അതൊക്കെ നമ്മുടെ ഹെഡ് ഓഫീസ് തീരുമാനിക്കും. സാറ് പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഡൈവേർഷൻ എങ്ങനെയാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്യുന്നത്? അതായത് ഏർലിയർ വി ഹാവ് ഡിഡ് ഫ്യൂ ഹയർ പെൻഷൻ തിങ്സ്. ഇൻ ദാറ്റ് കേസ് എങ്ങനെയാ ഡൈവേർഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ the amount which should originally go to the pension fund, but it was taken into the employee account number 1 as employer share. Okay. അതായത് ആ ഫണ്ട് ഡൈവേർഷൻ അതിനെയാണ് ഡൈവേർട്ടഡ് എമൗണ്ട് നമ്മൾ പറയുന്നത്. ആക്ച്വലി ദാറ്റ് ഷുഡ് ബി ഗോൺ ഇൻ ടു പെൻഷൻ ഫണ്ട്, ബട്ട് ദാറ്റ് ഹാസ് ബീൻ ഡൈവേർട്ടഡ് ടു അക്കൗണ്ട് നമ്പർ 1 ഇൻ പെൻഷൻ ഇൻ പ്രോവിഡന്റ് ഫണ്ട്. ഓക്കെ, ആ എമൗണ്ടിന്റെ ഇന്ന ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഓരോ വർഷത്തെയും ഇത് അതായത് എന്നിട്ട് ആ എമൗണ്ട് ആണ് നമ്മള് ഈ ആൾക്കാരെ കൊണ്ട് അടപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് പറഞ്ഞത്. അതായത് ഇതൊക്കെ നേരത്തെ ഉള്ള കേസായിരുന്നു. ബട്ട് നൗ വി ഹാവ് എ ന്യൂ ജഡ്ജ്മെന്റ് ആൻഡ് അവർ ഹെഡ് ഓഫീസ് ഹാവ് ഡിസൈഡഡ് എറ്റ് ഓൺ ദ ഡൈവേർഷൻ തിങ്. റിക്കവറി കാര്യം ആരും ഒന്നും തീരുമാനിച്ചിട്ടില്ല. സോ ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ ടൈം ഓർ പ്രോപ്പർ പ്ലേസ്. ഡൈവേർഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ മാം, താങ്ക് യു. Manoj, please unmute your mic and talk. Manoj, unmute your mic, please. കേൾക്കാമോ? മനോജ് ആണ്, പത്തനംതിട്ടയാണ്. കേൾക്കാം. മാഡം, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. മാഡം, ഡൗട്ട്, you have in EPF pension scheme some 2 years relaxation is there. Suppose we have service of 33 years, it will be counted as 35 years. Whether it is applicable for all, means only 33-year service is counted as 35 year, or if we have 20-year service, it will be counted as 32 years. That is my doubt. Is it clear? Sir, പറയുന്ന person who has an eligible service of 20 years will get a weightage of 2 years. മനസ്സിലായോ? നമ്മുടെ പെൻഷൻ സ്കീമിൽ സർ there is something called ഒരു വെയിറ്റേജ് ഉണ്ട്. 20 ഇയേഴ്സിന്റെ മോറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്ക് ഒരു 2 years സർവീസ് കിട്ടും, വെയിറ്റേജ് ഉണ്ട്. അതാണോ സാർ ഉദ്ദേശിക്കുന്നത്? മനോജ് ഉദ്ദേശിച്ചത് തന്നെയാ തോന്നുന്നു. Okay, you are eligible for, if you are having 30+ years of service, you are eligible for weightage, sir. Next, Surendra raised hand, I think. ഒരു സെക്കൻഡ്. 20 ഇയേഴ്സിന് മുകളിലുള്ള ഓരോ 2 ഇയേഴ്സിനും നിങ്ങൾക്ക് വെയിറ്റേജ് വരും. അപ്പൊ നിങ്ങൾക്ക് എത്ര കൂടുതൽ സർവീസ് ഉണ്ടോ അതിനനുസരിച്ച് പെൻഷനും ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെയിറ്റേജ് വെച്ചിട്ട് അഡീഷണൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓരോ 2 ഇയേഴ്സിനും അഡീഷണൽ വെയിറ്റേജ് ഉണ്ട്. ഓക്കെ സർ, താങ്ക് യു.
ഇത് സാർ പറഞ്ഞ ഓരോ 20 ഇയേഴ്സിന് ശേഷം എങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാർ ക്ലിയർ ആയിട്ടില്ലല്ലോ അത്. അതായത് സർ ആക്ച്വലി ഫുൾ എനിക്ക് മനസ്സിലായില്ല സാറിന്റെ ക്വസ്റ്റ്യൻ. ഫുൾ പെൻഷനും സീലിംഗ് അതിനു മുമ്പ് ഇറ്റ് വാസ് 6500 സീലിംഗ്. ആ ആ എൻജോയ് ചെയ്തിരുന്നല്ല. ഇഫ് ദേ ഹാവ് ഗിവൻ ദർ ഓപ്ഷൻ തന്നിരിക്കണം. ഓക്കെ, ഓപ്ഷൻ തന്നിരിക്കണം. ആൻഡ് ദിയർ എംപ്ലോയർ ഷുഡ് ഹാവ് റെമിറ്റഡ് ഓൺ ദ ഹയർ വേജസ്. അത് നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് അവരുമായിട്ട് റെക്കോർഡ്സ് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ സാർ. നിങ്ങളുടെ റിട്ടേൺസിൽ, ഇയർലി റിട്ടേൺസിൽ ഹയർ റേറ്റിലാണോ അടയ്ക്കുന്നത് എന്നുള്ളത്. കാരണം ഓപ്ഷൻ ഇപ്പൊ സർവീസിലുള്ളവർക്ക് ഇനിയും അക്സെപ്റ്റ് ചെയ്യാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു 4 മാസം സമയം കൂടെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ റെക്കോർഡ്സ് പരിശോധിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് വെദർ യു ഹാവ് റെമിറ്റഡ് ഫോർ ഓൾ ദ മന്ത്സ് റൈറ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. അപ്പൊ ആദ്യം എലിജിബിലിറ്റി ഉണ്ടെങ്കിലല്ലേ സെക്കൻഡ് ഓപ്ഷൻ വരുന്നുള്ളൂ സർ. ഇനി പറ്റത്തില്ല. ഹയർ റേറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്കാണ് ഇനി ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം. ഹലോ സർ, ആക്ച്വലി ഇത് ഞങ്ങളുടെ ഓഫീസർ ഇൻചാർജിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതായത് വി ഹാവ് ആക്ച്വലി ഈ ജഡ്ജ്മെന്റ് വന്ന് വിത്തിൻ 2 days നമ്മുടെ എല്ലാ ക്വറീസും വെച്ചിട്ട് ഞങ്ങൾ ഹെഡ് ഓഫീസിന് എഴുതിയിട്ടുണ്ട് ഡൽഹിയിൽ. അപ്പം അവിടെ നിന്ന് റിപ്ലൈ വന്നിട്ടില്ല. അപ്പം CBT എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹെഡ് ഉണ്ടല്ലോ. അപ്പൊ അവര് മേ ബി ദേ വിൽ ഡിസ്കസ് ഇറ്റ് ആൻഡ് ദേ വിൽ ഇൻഫോം എന്നാണ് വിചാരിക്കുന്നത്. ഹലോ സാർ, അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ നടക്കൂല. അല്ല, എന്തായാലും ഇതിനൊരു പ്രസ് നോട്ട് കാണും സാർ. പ്രസ് റിലീസ് ആയിട്ട് മാത്രമായിരിക്കും എല്ലാം ചെയ്യുന്നത്. ആ പ്രസ് റിലീസ് വരും. മേ ബി ഈ മെയിലില് ത്രൂ മെയിൽ എല്ലാ എംപ്ലോയീസിനെ അറിയിക്കുന്നതായിരിക്കും. ഹലോ സർവീസിന് മാത്രമാണ് സാർ. നമ്മൾ സർവീസ് എടുക്കുമ്പോൾ, അതായത് നമ്മുടെ ഈ കാൽക്കുലേഷനിൽ നമ്മുടെ പെൻഷനബിൾ വേജസ് കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അതിൽ സർവീസിന് ഒരു പാർട്ട് ഉണ്ട്. അപ്പം ആ സർവീസ് അത് കുറച്ചും കൂടെ കൂടും താങ്കൾക്ക്. അപ്പൊ ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. അത് തന്നെയാണ്, അതിപ്പോഴും മാറിയിട്ടില്ല സാർ. അത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോഴും. അതെ, ഹൗസിംഗ് ലോൺ ലാസ്റ്റ് മാസം അത് ഹോൾഡ് ആവുന്ന സമയത്ത് 9 ശേഷം ഹൗസിംഗ് ലോൺ ഒന്നും അടയ്ക്കുന്നത് വലിയ എമൗണ്ട് ഇവിടെ ഇടാം. Okay, our Lakshmi Narayana, please talk. Please unmute and talk. Lakshmi Narayana. 50% ഹലോ ഹലോ മാഡം. 50% ഒന്നും ഒരു സ്ഥലത്തും ഇല്ല കേട്ടോ സാർ. 50% അങ്ങനെയൊന്നും ഇല്ല. ഹലോ മാഡം. ലക്ഷ്മി നാരായണ. ഹലോ മാഡം, പ്ലീസ്. ഹലോ മാഡം, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഹലോ മാഡം, ഈ PF-ലെ ഒരു എംപ്ലോയി ഷെയർ, ഒരു എംപ്ലോയർ ഷെയർ, ഒരു പെൻഷൻ ഫണ്ട്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണല്ലോ ഇത് മാഡം പറഞ്ഞത്. അതിനകത്ത് നമുക്ക് ഇത് മൂന്ന് ഹെഡിലേക്കാണോ ഇത് പോകുന്നത്, ഈ എമൗണ്ടുകൾ? അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന 12% ഉണ്ടല്ലോ, അത് നേരെ പ്രോവിഡന്റ് ഫണ്ടിലോട്ടാണ് പോവുക. അതായത് അക്കൗണ്ട് നമ്പർ 1 എന്ന് പറയുന്നത് അത് നിങ്ങളുടെ എംപ്ലോയി ഷെയർ. അക്കൗണ്ട് നമ്പർ 1 എന്ന് പറയുന്നതാണ് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതെ. അപ്പൊ അതിലോട്ട് 12% നിങ്ങളുടെ പ്രോവിഡന്റ് ഫണ്ടിലോട്ട് പോകുന്നു. പിന്നെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന 12-ൽ 3.67% അതും എംപ്ലോയർ ഷെയർ ആയിട്ട് നിങ്ങളുടെ പ്രോവിഡന്റ് ഫണ്ടിലോട്ട് തന്നെയാണ് പോകുന്നത്.
ഓക്കെ, അതെ സർ. അതായത് ഒരു മാസം നിങ്ങളുടെ 15.67% നിങ്ങളുടെ സാലറിയുടെ അത്ര അതിൽ 12% നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചാണ് ബാക്കി എംപ്ലോയർ ഇട്ടത്. അത്രയും പ്രോവിഡന്റ് ഫണ്ടിലോട്ട് പോകുന്നുണ്ട്. പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ട്, അതാണ് അക്കൗണ്ട് നമ്പർ 1 എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും 2 ഹെഡിലായിരിക്കും കിടക്കുക. എംപ്ലോയി ഷെയറും എംപ്ലോയർ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഹെഡിൽ സെയിം അക്കൗണ്ടിൽ പ്രോവിഡന്റ് ഫണ്ടിൽ തന്നെ ഉണ്ടാവും. അതെ സർ. ബാക്കിയുള്ള 8.33% എംപ്ലോയർ ഇടുന്ന 12%-ലെ 8.33% അക്കൗണ്ട് നമ്പർ 10 എന്ന് പറയും. അതായത് പെൻഷൻ ഫണ്ട് അക്കൗണ്ട്. അത് നേരെ പെൻഷൻ ഫണ്ടിലോട്ടാണ് പോവുക. ഓക്കെ. പിന്നെയുള്ളത് EDLA ആണ് അക്കൗണ്ട് നമ്പർ 22. അതിലോട്ട് നിങ്ങൾ ആരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. 0.5% അത് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും ഇൻഷുറൻസിലെ. സാറേ എന്റെ ഡൗട്ട് ഇതാണ്, അതിൽ എംപ്ലോയി ഷെയർ ഒരു ഫണ്ട് ഉണ്ടാവുമല്ലോ, അതിൽ കിടക്കുന്ന ഒരു തുക നമ്മൾ വിഡ്രോ ചെയ്യുന്നു ഒരു ആവശ്യങ്ങൾക്ക് ചെയ്താൽ അത് നമുക്ക് തിരിച്ചിടാൻ പറ്റുമോ? നമ്മളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ഒരു തുക നമ്മൾ വിഡ്രോ ചെയ്യുന്നു, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അതായത് PF ലോൺ എന്നാണ് പറയുന്നെങ്കിലും ആക്ച്വലി അങ്ങനെ അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നിങ്ങളുടെ പൈസ തന്നെയാണ്, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ വിഡ്രോ ചെയ്തിട്ട് പോകും, തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. അല്ല, അത് ഞങ്ങൾക്ക് ഒരു ടാക്സ് തിരിച്ചിട്ടാൽ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്കത് എടുത്തിട്ട് ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ PF ഇടുന്ന തുക, ഇപ്പൊ ഒരു 5 lakh എടുത്തു, അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഒരു 2 കൊല്ലം കഴിഞ്ഞ് ആ 5 lakh ഞങ്ങൾക്ക് എംപ്ലോയി ഷെയറിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് ടാക്സ് ബെനിഫിറ്റ് കിട്ടുമല്ലോ ആ തുകയ്ക്ക്. അതുകൊണ്ട് ചോദിച്ചതാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒന്നും തന്നെ റീഫണ്ടബിൾ അഡ്വാൻസ് അല്ല, അതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ സർ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ റിട്ടേൺസും എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് ത്രൂ എംപ്ലോയർ മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങളുടെ മന്ത്ലി റിട്ടേൺസ് ഈസിയർ ആയിട്ട് എംപ്ലോയർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതാത് ഡ്യൂ മന്ത് കാണിച്ചുകൊണ്ട്. ഇതെല്ലാം നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് ആണ്, അതുകൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് നമ്മൾ പൈസ എടുക്കുകയും ഇടുകയും ചെയ്യുന്ന മാതിരി ഇതിലോട്ട് പറ്റൂല. ഇതെല്ലാം ത്രൂ എംപ്ലോയർ, നിങ്ങളുടെ അതായത് ECR വഴി മന്ത്ലി കോൺട്രിബ്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം PF-ലോട്ട് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇപ്പൊ 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞ മാതിരി അത് ആക്ച്വലി മന്ത്ലി കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്ന ഇതായിട്ടാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റത്തില്ല. അല്ല സാർ, എടുക്കുന്ന തുക അത്രയും അതായത് ചോദിച്ചാൽ ഇല്ല, പറ്റില്ലല്ലേ? അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. ഓക്കെ. Lakshmi Narayana sir, please talk. Lakshmi Narayana, please unmute your mic and talk. Hello. Yeah, Yes, you are Mr. audible. Lakshmi Narayan. You are audible. Madam, here one query. I am from Bangalore. See, we have 2 accounts, madam. Initially, one account was Hyderabad, and we came to Delhi, and we came to Bangalore. Our accounts have been 2011 August from Hyderabad account, Delhi account, and we opened the account in Bangalore. These 3 accounts has been merged in the UAN portal, showing the date of joining in the it is showing August 2011. Basically, it should be 2002. So when we asked so many queries, what they are telling is UAN portal is open to around 2009-10. It will show like that only, because that is we are more than 100 are there. For all 100, date of joining is showing in the August only, 2011 August. For this, what we have to do, madam? I think there'll be some technical issue. I think maybe the thing is that what you're saying is that sir, BSNL has taken the code in 2007. 2000 October, but your service pertains to that period only, no sir? After 2000 only, no? No, madam. See, the 2002 I joined in the department. I worked in Hyderabad. Then I have been transferred to Bangalore, and ours is a non-territorial circle. Our accounts officer was there at Delhi. The EPF was tempting to Delhi. Then what I did is the Hyderabad account has been merged to the Delhi account. In 2011, what happened, right? There is a separate establishment opened in Bangalore 2011 in the August. The all accounts has been transferred to here. In the UAN portal, the date of joining in the EPF showing the 2011 August only. Have you submitted the joint declaration? We see, madam, we went, that is not only for me one case. Here nearly 100 plus employees are there. We went through the employer. The employer has to submit joint declaration that we could not
exceed in the online. When we tried to approach the EPF office, what they said is the initially around 2001 to that time UAN portal was not there. The portal has been implemented around 2009-10 only. You go with all accounts has been under the UAN. How many accounts has been linked or not? You check it. If it is checked, means it is a fine like that. They told. Because here we all confused because now this if we wanted to have the higher pension, whether my pension will be 2011 or when I joined in the department 2002. Sir, what you got a reply from that EPF office that you have to first cross check it, sir, whether your services has been merged or not. If it is merged, then your eligibility will be from 2002 onwards. So if it is not merged, just submit an online transfer claim. Just check it whether you are able to apply an online transfer claim or not. Unless it is not transferred, your service will be counted only from 2011, sir. You have to make sure that already transferred, madam. Already see for all accounts has been transferred. So amount wise, very good. How your transfer was? Yeah, sir. Online, may I know how your transfer was done? Whether it is through online or physical transfer claim you have submitted? Madam, in my case, the first was the offline. In 2011, it was the online. Both was there. Okay. So, madam, tell me, madam. Yeah. The thing is that you can correct, sir. We can correct it using a joint declaration because we can cross-check in our corresponding offices whether the transfer has been effected or not, whether the contribution has been merged or not. They can check it, and we have something called an Annexa K. Annexa K is nothing but it's a statement showing the transfer particular, the transfer period, the transfer amount, everything. So we will cross-check it. And whether whatever you're telling is found correct, they can initiate the case, and through joint declaration they can change your date of joining. Okay, madam. One more query, madam. Second query, I won't take much time. The second query is initially I joined in the department 2002 March. From that time, EPF amount was going to the one account. In 2004, I've been to transferred. But 2003 to 2004, one EPF account was there. That amount has not been merged to any of these accounts, madam. So for that is, I tried it for that. You apply for a transfer claim, sir. You apply for a transfer claim from that member ID to the current member ID. Madam, I tried it for that is because I tried it. What they told is my name is Lakshmi Narayana. So there was LAXMI was there. I tried it, they send it. I tried to online also. I could not yeah, the thing is that the thing is that for online transfer claims, the name should be matched as per your Aadhaar, sir. Otherwise, you can't do. For that also, you have to resort to joint declaration. Otherwise, if you are facing technical issues, you can submit with a submission stating that you are unable to do the online transfer. So your physical transfer might be considered. You can apply in that way also. No. Here in this I need to go the present employer or where I work with that employer I need to go? Through current employer also you can do. Because you are merging your past accumulation to your current, through your current employer also you can do. Okay, madam. Okay, madam. Thank you very much for Kerala team. Thank you very much, ma'am. Now, Roshna, please unmute your mic and ask. Roshna, please. Madam, one doubt. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹൈദരാബാദിൽ നിന്ന് വന്നത് ഓഫ്ലൈൻ ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓഫ്ലൈൻ ഫോം 13 ആയതുകൊണ്ടാണ് ഇവരെ സർവീസ് ഹിസ്റ്ററിയിൽ കാണാത്തത്. അപ്പൊ ഈ കേസ് ഇനി ഇത് പിന്നെ ജോയിന്റ് ഡിക്ലറേഷൻ കൊടുക്കുമല്ലോ. അപ്പൊ ഇത് ഹൈദരാബാദിലുള്ള ഓതറൈസ്ഡ് സിഗ്നേറ്ററി അല്ലേ കൊടുക്കേണ്ടത്? ആ പീരീഡിലല്ലേ ചേഞ്ച് വരുത്തേണ്ടത് ഡേറ്റ് ഓഫ് ജോയിനിങ്? അതായത് ആ മെമ്പർ ഐഡിയിൽ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തല്ലോ ഇത്. ഇല്ല, ട്രാൻസ്ഫർ ചെയ്യാത്ത കേസുകളുണ്ട്. ഇത് ട്രാൻസ്ഫറേ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അവിടെ കറക്റ്റ് ചെയ്തിട്ട് വേണം അവിടുത്തെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി കൊടുക്കണം. അതെ, ആ ഓഫീസിൽ അതായത് പുള്ളി നേരത്തെ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ കോഡില് ആ ഓഫീസിൽ കറക്റ്റ് ചെയ്തിട്ട് വേണം പിന്നെ ഓൺലൈനിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ. ഹയർ പെൻഷന് വേണ്ടി അടച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അത് ഈ പറഞ്ഞ ഈ 15,000 ആക്കിയ എമൗണ്ട് ആണോ അതോ ബേസിക് പ്ലസ് DA ആണോ?
അതായത് എന്ന് വെച്ചാൽ ഒറിജിനൽ വേജസ്, ആക്ച്വൽ വേജസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അതിൽ ഏതാണ് ഞങ്ങളെ ബേസിക് പ്ലസ് ഡി അയക്കുന്നത്? പക്ഷെ നിങ്ങൾ പറയുന്നത് ഈ പണ്ട് 5000, 6500, 6500 അടച്ചത് കൊണ്ട് ആകുന്നില്ല. അതായത് ഇപ്പൊ നിങ്ങളുടെ ആക്ച്വൽ വേജസ് സപ്പോസ് 13,000. അതായത് PF വേജസ് ഒരു ഡെഫിനിഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, അതിൽ നമ്മുടെ ബേസിക്കും DA ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ കുറെ കോമ്പോണൻസും അതിൽ കയറി വരുന്നുണ്ട്. അത് ഞങ്ങള് ഈ പഴയ കാലം മുതലുള്ള എല്ലാം ആ ബേസിക് പ്ലസ് ഡി അടച്ചവർക്ക് മാത്രമേ ഈ പെൻഷൻ കിട്ടുള്ളൂ. Hello, I am calling from Bangalore. Madam, another doubt. അപ്പൊ അതില് ഇപ്പൊ ഈ ഹൈദരാബാദ് എന്നൊക്കെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആ കേസിൽ അവിടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി എല്ലാം ഇല്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മുടെ നമ്മളെ എംപ്ലോയർ പോർട്ടലും ഇല്ല. ആ പോർട്ടലൊക്കെ പിന്നെ അതിന് യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ ഡിസേബിൾ ചെയ്യുന്ന ഇപ്പം അത് മെയിൽ ആയിക്കോട്ടോ. EDP ടീം പറയും. കാരണം ഫിസിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ള ഇതിലൊക്കെ നമ്മൾ ഫിസിക്കൽ ക്ലെയിം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സബ്മിഷനും കൂടെ വെച്ചിട്ട് പഴയ രീതിക്ക് ഫിസിക്കൽ ക്ലെയിം തന്നാൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സ്ട്രോങ് റീസൺ വേണം. ഒന്നിൽ ടെക്നിക്കലി ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഇങ്ങനെ എന്തെങ്കിലും കേസ് ചെയ്യും. മാം ഒരു ഡൗട്ട്. മാം ഇപ്പൊ പറഞ്ഞില്ല ആക്ച്വൽ വേജസിന് കറസ്പോണ്ടിങ് ആയിട്ട് നേരത്തെ തന്നെ അടച്ചിട്ടുള്ളവർക്ക് ഫുൾ പെൻഷൻ ക്ലെയിം ഉള്ളെന്നുള്ളത്. ആക്ച്വലി അത് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണല്ലോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് ആക്ച്വൽ വേജസിൽ നിന്ന് എടുക്കാതെ നമ്മുടെ ലിമിറ്റഡ് വേജസിൽ നിന്ന് എടുത്തോണ്ടിരുന്നത്. അതല്ല ഇപ്പോഴത്തെ പുതിയ ഓപ്ഷനിൽ വരുന്നത്. അടച്ച ഈ എലിജിബിലിറ്റി അങ്ങനെയാണ് പറയുന്നത്. ആക്ച്വൽ വേജസിൽ അടച്ചവർക്ക് മാത്രമേ, അതായത് ഓപ്ഷൻ തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ വിഷയമല്ല. ആക്ച്വൽ വേജസിൽ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എലിജിബിൾ ആവുന്നുള്ളൂ. അല്ല, ആക്ച്വൽ വേജസിൽ അടയ്ക്കേണ്ടത് ശരിക്കും EPF അല്ല അടയ്ക്കേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ എന്റെ ഫോർ എക്സാമ്പിൾ എന്റെ ബേസിക് എന്ന് പറയുന്നത് 1 lakh ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 1 lakhില് 12%, അതായത് 12,000 rupees എന്റെ എംപ്ലോയർ ഓൾറെഡി അടച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളാണ് 15,000 ലിമിറ്റേഷൻ ആയിട്ടുള്ള 1250 എടുത്തത്. ബാക്കിയുള്ളത് എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് തന്നെ നിൽക്കുവാണ് 8.33% എടുക്കാതെ. എന്റെ 8.33, അതായത് 1 lakh ബേസിക് പ്ലസ് DA ഉള്ള ആൾക്ക് 8,330 വേണം ആക്ച്വൽ വേജസിന് കറസ്പോണ്ടിങ് ആയിട്ട് അടയ്ക്കാൻ. പക്ഷെ അതെടുക്കാതെ 15,000 ലിമിറ്റേഷൻ ആയിട്ടുള്ള 1250 ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. പക്ഷെ അതായത് സർ അക്കൗണ്ട് നമ്പർ 1 ഈ പെൻഷൻ ഫണ്ടിൽ അടയ്ക്കാൻ മാത്രമാണ് ടെക്നിക്കലി ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഒത്തിരി എസ്റ്റാബ്ലിഷ്മെന്റ്സും ഒത്തിരി എംപ്ലോയേഴ്സും ദേ ഹാവ് റെമിറ്റഡ് ഓൺ ദർ ആക്ച്വൽ വേജസ് ഇൻ അക്കൗണ്ട് നമ്പർ 1. അവർക്കാണ് എലിജിബിലിറ്റി ഉള്ളത്. മനസ്സിലായില്ലേ? ഈ സാറ് പറഞ്ഞ ഈ 1 lakhന്റെ 12% ആയ 12,000 അക്കൗണ്ട് നമ്പറിൽ 1 റെമിറ്റ് ചെയ്യാൻ യാതൊരു തടസ്സവും ഇല്ലായിരുന്നു. അങ്ങനെ അടച്ചിട്ടുള്ളവർക്ക് മാത്രമേ, അതും സ്റ്റാർട്ടിംഗ് ഫ്രം യുവർ ഡേറ്റ് ഓഫ് ജോയിനിങ്, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എലിജിബിൾ എന്ന് പറയുന്നത്. അക്കൗണ്ട് നമ്പർ 1 എന്ന് പറയുന്നത് അക്കൗണ്ട് നമ്പർ 10 PF പ്രൊവിഡന്റ് ഫണ്ടിൽ അടച്ചിട്ടുണ്ട്. അടച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. അത് എല്ലാ മാസത്തിലെയും അടച്ചിരിക്കണം. അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ പെൻഷൻ ഫണ്ടിലേക്ക് പോയേക്കുന്ന 1250 ആണ് EPS-ലേക്ക്. അത് കുഴപ്പമില്ല, അത് വിഷയമല്ല. നമ്മൾ അക്കൗണ്ട് നമ്പർ 1 അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫയൽസും റെക്കോർഡ്സും ക്രോസ് ചെക്ക് ചെയ്തിട്ട് എലിജിബിൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ എംപ്ലോയറും അത്ര തന്നെ അടച്ചിരിക്കണം. സാറ് മാത്രമല്ല, സാറിന്റെ എംപ്ലോയർ 100% അടച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. റോഷന, പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്ക് ആൻഡ് ടോക്ക്. ഹലോ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ജോയിൻ ചെയ്തത് കേരളത്തിലാണ്. ആർ യു ഏബിൾ ടു ഹിയർ? ഓക്കെ, ജോയിൻ ചെയ്തത് കേരളത്തിലാണ്. മൈ ജോയിനിങ് ഡേറ്റ് ഈസ് 15/4/2002. But in UAN portal it is marked as 2011. So I put a grievance. Then they told, as per records, my join date is 1/5/2002. Actually, I joined in 15/4/2002. So there is a break of 15 days. So if now training period also will be added, right? Then our employer told we will give a joint declaration with the training date. Whether I need to correct this date or while updating the joining date, this will get solved. Madam, without before making any changes in our system, any office, they will cross check whether the contribution has been done or not. That suppose madam is saying that you are submitting a joint declaration stating my date of joining is January 2002 and as per our records it is February 2002. We will not blindly accept it. We will cross check whether the contribution for that particular month has been shown in the system or not. If your contribution for that particular month has been remitted,
based on the joint declaration, which is jointly signed by you and your employer, we can take into consideration. The thing is that we have to make sure that remittance is done or not. Adu kayinittu maatrame we can effect the change. Okay, madam. That has to be applied through current employer, right? Yes. ഞാൻ അന്ന് ജോയിൻ Current employer അല്ല മാഡം. ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഇവിടെ അല്ലേ? അത് your transfer has already done അല്ലേ madam? Yes, everything done. A Kerala amount also came to my account. Only thing is the then joining date no is issue. Through the current employer you can make. Yeah. Okay, so my training will start from January 7. So my question is, maybe since these records pertains to before 15 years or 20 years, we may call for a clarification from your employer. We like some sort of proof they may ask. Okay, madam. Thank you. Okay. Nomination register. Nomination നമ്മുടെ കൊറീസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു നോമിനേഷൻ്റെ ഒരു സെഷൻ കൂടെ പെൻഡിങ് ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം എൻഡ് ചെയ്യാൻ പറ്റും. ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാണ്. എവരിബഡി നേരത്തെ മാഡം പറഞ്ഞു നിങ്ങളുടെ പെൻഷൻ ആൻഡ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് പെർപ്പച്യൂറ്റിയിൽ പോകുന്നതാണ്. അതായത് നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ സ്പൗസിനും മക്കൾക്കും 25 വയസ്സ് വരെ പെൻഷൻ പോകും. ഇതേമാതിരി നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് അത് നിങ്ങളുടെ നോമിനിക്കാണ് പോവുക. പക്ഷെ ഇപ്പം ഞങ്ങൾ അക്കൗണ്ട്സ് ഓഫീസർ ആയിരുന്നപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇഷ്യൂ പറയാം. ഈ ആക്സിഡന്റ് എന്ന് പറയുന്ന സാധനം ഒന്നും പറഞ്ഞിട്ട് വരുന്നതല്ല. ഇത് എപ്പം വേണമെങ്കിലും ആർക്കും സംഭവിക്കുന്നതാണ്. നോർമലി ഇവിടെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എബോവ് 71 ആണ്. കേരളത്തിലാണെങ്കിൽ അതിലും കൂടുതലാണ്, 78 ആണ്. സോ നോർമലി ആൾക്കാർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. എവരിബഡി വിൽ ഗെറ്റ് ദെയർ പെൻഷൻ. ഇടയിൽ അതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരുന്നില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലേ LIC എടുക്കും അല്ലേ, ബാങ്ക് അക്കൗണ്ടിന് നോമിനീനെ വെക്കും. ഇതേമാതിരി അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇത്. PF അക്കൗണ്ടിൽ നോമിനീനെ വെക്കുക എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ഇവന്റ് സംഭവിച്ചു. ഈ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് വരുന്ന സാധനമല്ല. ഇറ്റ് ഹാപ്പൻസ് ആക്സിഡന്റലി. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ല. നിങ്ങളുടെ ഫാമിലിയാണ് ബുദ്ധിമുട്ടുണ്ടത്. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ഇഷ്യൂസ് ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിഞ്ഞുകൂടാ മക്കളുടെ ഗാർഡിയൻഷിപ്പ്. ഇപ്പൊ ഹിന്ദുസിന് പ്രശ്നമില്ല, മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് അമ്മമാർക്ക് ഗാർഡിയൻഷിപ്പ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ജനറൽ ലോയിൽ വരുന്നതല്ല, ഇതെല്ലാം പേഴ്സണൽ ലോ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇപ്പം ഹിന്ദുസ് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഒരാളുടെ ഷെയർ മൈനർ ചിൽഡ്രൻ ആണെങ്കിൽ ഗാർഡിയനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പക്ഷേ മുസ്ലിംസോ ക്രിസ്ത്യൻസോ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഗാർഡിയൻഷിപ്പ് ഇല്ല. നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. നമ്മൾ വിചാരിക്കും അമ്മ ഓക്കെ ഗാർഡിയനാണ്, അല്ല. ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത്ര ഈസി ആയിട്ട് കിട്ടുമെന്ന്? ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം അവർക്ക് പേഴ്സണലി അറിഞ്ഞൂടാ. ഇവർ അറിയാത്ത കാര്യം എങ്ങനെ അവർ സർട്ടിഫൈ ചെയ്യും? ഇത് കഴിഞ്ഞാൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസ് അപ്ലൈ ചെയ്യണം. ഇത് കഴിഞ്ഞാൽ പത്രത്തിൽ പരസ്യം കൊടുക്കണം, വേറെ ലീഗൽ ഹെയർസ് ആരും ഇല്ല എന്നുള്ളത്, വേറെ ആരും വന്നിട്ടില്ല എന്നുള്ളത്. ഇത് ചില സമയത്ത് ഫാമിലീസ് തമ്മിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും സഹോദരങ്ങളായിട്ട്. ഇപ്പൊ ഈ പത്രത്തിൽ പരസ്യം വന്നു കഴിഞ്ഞാൽ ഒരാൾ കൊണ്ട് ഒബ്ജക്റ്റ് ചെയ്യും. ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഇല്ല. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് ഒരു ആനുകൂല്യം ഇവിടുന്ന് മാത്രമല്ല ബാങ്കിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ 5-6 മാസം കടന്ന് ഓടും ആൾക്കാർ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ശരി EPFന്റെ സൈറ്റിൽ ഇച്ചിരി ഇഷ്യൂ ഒക്കെ ഉണ്ട്. യു ഹാവ് ടു ഗെറ്റ് ദ ആധാർ നമ്പർ ഓഫ് യുവർ സ്പൗസ് ചിൽഡ്രൻ, അതിന്റെ കൂടെ അവരുടെ ഫോട്ടോയും കൂടെ വേണം. സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് റെഡി ആണെങ്കിൽ 5 മിനിറ്റിന്റെ പരിപാടിയേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. നിങ്ങളുടെ ഒരു ഡെത്ത് ക്ലെയിമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിതിൻ 3 days ഹൈ പ്രയോറിറ്റിയാണ്, നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡിസ്പോസ് ചെയ്യും. നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. നോമിനി ഉണ്ട് കൃത്യം 100%. പ്രോവിഡന്റ് ഫണ്ട് ഷെയർ എത്രയാണ് നിങ്ങൾ നോമിനേഷനിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടാവും, അത് അപ്പം ഇമ്മീഡിയറ്റ് ഡിസ്പേഴ്സലാണ്, വേറെ ഒന്നുമില്ല. വേറെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട. 7 ലക്ഷം രൂപ വരെ 1 വർഷം സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 ലക്ഷം രൂപ ആണ് ഇൻഷുറൻസ് പോകുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു അൺഫോർച്ചുനേറ്റ് ഇവന്റിന്റെ കേസിൽ ഇതൊന്നും പറഞ്ഞിട്ട് വരുന്ന കാര്യമല്ല, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇപ്പം നോക്ക്, നിങ്ങളുടെ ഇതിനകത്ത് തന്നെ 2200 ആൾക്കാരുള്ള 800 പേരെ നോമിനേഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും നോർമലി ഇറ്റ് ഡസൻറ്റ് അഫക്ട് അസ്.
പക്ഷെ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു അൺഫോർച്ചുനേറ്റ് ഇവന്റ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെല്ലാം നമ്മുടെ ഫാമിലിനെ ഭയങ്കര സീരിയസ് ആയിട്ട് അഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ നോമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത്. ഓൺലൈനായിട്ട് നിങ്ങൾ തന്നെ നോമിനി കൊടുക്കുന്നു, ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ, പിന്നെ നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, വേറെ ആർക്കും അതിലൊരു യാതൊരു അവകാശമില്ല. അച്ഛൻ അമ്മ ആരാ നിങ്ങൾ വെക്കുന്നതാണ് നിങ്ങളുടെ നോമിനി, അപ്പുറത്തോട്ടും ഇല്ല ഇപ്പുറത്തോട്ടും ഇല്ല, വേറെ ഒരു ചോദ്യമില്ല, കഴിഞ്ഞു. വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ ആനുകൂല്യങ്ങളും റിലീസ് ആവും. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങളെല്ലാവരും പെട്ടെന്ന് എന്നിട്ട് പറ്റിയാൽ ഇന്ന് തന്നെ നിങ്ങൾ ഈ നോമിനേഷൻ ചെയ്യുക. അവർ സ്വന്തം നോമിനീസിനെ ഒന്ന് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വെക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഹയർ പെൻഷൻ ഉള്ളവരുണ്ടാവാം. ഈ ഹയർ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, നിങ്ങളുടെ സ്പൗസിന്, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക്, ഇവർക്ക് എല്ലാവർക്കും പോകുന്നതാണ്, നിങ്ങളുടെ കാലശേഷം വരെ പോകുന്നതാണ്. ഇതൊക്കെ ചില സമയത്ത് ഇങ്ങനെ വെറുതെ കെട്ടിക്കിടക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പൗസിന് എന്താവും, നമ്മുടെ മക്കൾക്ക് എന്താവും എന്നുള്ളതൊക്കെ പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ ഒന്ന് നമുക്കൊരു മിനിമം ഒരു ധാരണ ഉണ്ടാവും. ഇതല്ലെങ്കിൽ ഇവർക്ക് ഇത്ര രൂപ പെൻഷൻ കിട്ടും, എന്റെ കാര്യങ്ങൾ ഇൻഷുറൻസ് ഇത്ര ഉണ്ടാവും, പ്രോവിഡന്റ് ഫണ്ടിന് ഇത്ര ഷെയർ വെച്ചിട്ട് ആ പൈസയൊക്കെ നമ്മുടെ ഫാമിലിക്ക് തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് റിലീസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് EPF മാത്രമല്ല ഈ നോമിനേഷൻ ചെയ്യേണ്ട, ബാങ്ക് അക്കൗണ്ടിലാണ്. എനിക്ക് തോന്നുന്നു അത് മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് ഇപ്പൊ അക്കൗണ്ട് തുറക്കണമെങ്കിൽ എന്താണെങ്കിലും നോമിനിനെ വെക്കണം. നിങ്ങളുടെ പിന്നെ ഈ പറഞ്ഞിട്ട് നമുക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതൊന്നും സ്പൗസിനോട് പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവില്ല. പെട്ടെന്നൊരു നല്ലൊരു ഓഫർ വന്നു, നമ്മളങ്ങ് കയറി എടുക്കും. ഇത് എവിടെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതൊക്കെ ഒരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുക. അതിനെല്ലാത്തിനും നിങ്ങൾ നോമിനീനെ വെക്കുക. ഒരു റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് എന്തൊക്കെയുണ്ട്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ എവിടേക്കാണുള്ളത്, ഏതൊക്കെ ഇൻഷുറൻസ് ആണുള്ളത്, എന്തിൻ്റെയൊക്കെയാണോ ഇതുള്ളത്, അതിൻ്റെ എല്ലാം മാൻഡേറ്ററി ആയിട്ട് ചെയ്യുക. എല്ലായിടത്തും നോമിനീനെയും വെക്കുക. ആൻഡ് ഇത് ബാക്കിയുള്ളവർക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിൽ, അറ്റ്ലീസ്റ്റ് സ്പൗസിനെങ്കിലും ആക്സസിബിൾ ആവുന്ന രീതിയിൽ ഒരു റെക്കോർഡും കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് എല്ലായിടത്തും ജനറലി നിങ്ങൾ ചെയ്യുക. ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് EPFന് അതിന്റെ നോമിനേഷൻ അത് നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഐ തിങ്ക് ജനറൽ ക്വറീസ് ആർ ഓൾ അഡ്രസ്ഡ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാർ പറഞ്ഞൊരു വളരെ വൈറ്റൽ മാറ്റർ ആണ്. ഡെഫിനറ്റ്ലി ഞങ്ങൾ ഓൾറെഡി ഒരു ഡ്രൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ നോമിനേഷന് വേണ്ടിയിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ നമ്മുടെ 2200 എംപ്ലോയീസിൽ നിന്ന് 800 പേരെ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആസ് എ റെക്കഗ്നൈസ്ഡ് അസോസിയേഷൻ ഞങ്ങൾ ബാക്കിയുള്ള ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഞങ്ങൾ ഇതിനകത്ത് സാറിനോട് ഉറപ്പ് തരുന്നു, എല്ലാ എംപ്ലോയിയും ഞങ്ങൾ മീറ്റ് ചെയ്ത് ഡെഫിനറ്റ് ആയിട്ടും ആ ഈ നോമിനേഷൻ കംപ്ലീഷൻ അറ്റ്ലീസ്റ്റ് RPF ട്രിവാൻഡ്രത്തിന്റെ അണ്ടറിലുള്ള കംപ്ലീഷൻസും ഓൾ ഇന്ത്യ ലെവലിലും ഞങ്ങൾ ഒരു സ്പെഷ്യൽ മെസ്സേജ് കംപ്ലൈ ചെയ്തുകൊണ്ട് എല്ലാ എംപ്ലോയീസിനും ഞങ്ങൾ ഇൻഫർമേഷൻ ഒന്നും കൂടെ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ജെയിൻ ജി ജോഷുവ സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ പ്ലീസ്. അല്ല അതൊക്കെ ഇവിടെ ചോദിച്ചിട്ട്. ഹലോ ഹലോ ഹലോ. വരത്തില്ല സർ, സർവീസ് ആണ് ട്രാൻസ്ഫർ ആവുന്നത്. പെൻഷൻ ഫണ്ടിന്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. അത് കുഴപ്പമില്ല. അതാണ് പെൻഷൻ ഫണ്ടിന്റെ എമൗണ്ട് റിഫ്ലക്ട് ആവത്തില്ല നിങ്ങളുടെ പാസ്ബുക്കിൽ. സർവീസ് കയറി വന്നിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്തിരുന്നാൽ മതി. ഹലോ, പറയട്ടെ. ഫുൾ എമൗണ്ടും ഏതാ? PF ഫുൾ എമൗണ്ടും അപ്പൊ പുള്ളി ഇപ്പൊ സർവീസിലില്ല അതിന്റെ അർത്ഥം. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് എടുത്തു. പുതിയ പെൻഷൻ ആദ്യം സാർ എലിജിബിലിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യട്ടെ. അതായത് അത് കഴിഞ്ഞിട്ട് ഫുൾ പെൻഷന്റെ അവിടെ കിടക്കും. പെൻഷൻ എലിജിബിൾ ആണ്. പെൻഷൻ അത് നോക്കുന്നില്ല. നിങ്ങളുടെ PFന്റെ നോക്കുന്നില്ല. പൈസ എങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നുള്ളതിന്റെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അതിന്റെ മൊഡാലിറ്റീസ് വർക്ക്ഔട്ട് ആവുന്നേ ഉള്ളൂ. അതിനനുസരിച്ച് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ വരുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന് മുമ്പ് ചെയ്തിരുന്ന ഒരു ഹൈക്കോടതി ഓർഡർ അനുസരിച്ച് ഇതിനെ പ്രോവിഡന്റ് ഫണ്ടിനകത്ത് എമൗണ്ട് ഉണ്ടായിരുന്നവർ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവരോട് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാവണം ഉള്ളതിന് യാതൊരു നിർബന്ധമില്ല. ഇതിന്റെ മൊഡാലിറ്റീസ് വർക്ക്ഔട്ട് ആവുന്നേ ഉള്ളൂ. ഒരു ഡൗട്ടാണ് സാർ. ഇവിടെയാണ് നമ്മൾ ഈ നോമിനേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാളെ കൂടെ അതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ഓൺലൈനായിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുമോ? ഈ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ നോമിനേഷൻ കൊടുത്തു, അത് ആധാർ ഓതന്റിക്കേഷൻ ചെയ്തു, അപ്പൊ അത് സബ്മിറ്റ് ആയി. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം വീണ്ടും ഒരു കുട്ടി ഉണ്ടായി, ഇല്ലെങ്കിൽ പറഞ്ഞല്ലോ പാരന്റ്സ് ആരെങ്കിലും മരിച്ചുപോയി, നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഈ നോമിനേഷൻ ചെയ്യാം. ഇതെല്ലാം ഓൺലൈനാണ്. ഒന്നും കൂടെ നിങ്ങൾ ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾ ആധാർ ഓതന്റിക്കേറ്റ് ചെയ്യണം. ആധാർ നമ്പർ അടിച്ച് OTP വരും. ഓതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നോമിനേഷൻ ആയിരിക്കും വാലിഡ്.
ഇത്രയേ ഉള്ളൂ. എത്ര തവണ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പൊ അതാണ് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല സർ, ഫ്രഷ് ആയിട്ട് ഫ്രഷ് ചെയ്യണം. ആയിട്ട് അതൊന്നും കൂടെ ചെയ്യണം. പുതിയ നോമിനീസിനെ വെച്ച് ഒന്നും കൂടെ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഒന്നും കൂടെ സബ്മിറ്റ് ചെയ്താൽ മതി. എഡിറ്റിംഗ് എന്നല്ല, പുതിയ ഇതായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഒരു ഇനോമിനേഷൻ കൂടെ സബ്മിറ്റ് ചെയ്യുക. ലാസ്റ്റ് ഇനോമിനേഷൻ ആയിരിക്കും എപ്പോഴും വാലിഡ് ആയിട്ടുണ്ടാവുക. ഒരു സംശയം കൂടി, ഈ OTP വരുന്നത് അവരുടെ ഇതിലേക്കാണോ, കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ആരാണോ അല്ല സർ, മെമ്പറിന്റെ ആധാർ മെമ്പറിന്റെ ഇതിലല്ലേ വരും? മെമ്പറുടെ ഇതിലോട്ടാണ് വരുന്നത്. നമ്മുടെ ആധാർ ലിങ്ക്ഡ് മൊബൈലിലോട്ടായിരിക്കും OTP ഇല്ല സർ. ഈ നോമിനേഷൻ ചെയ്യുമ്പോഴേ കുട്ടികളെയും കൂടി കാണിച്ചാൽ മാത്രമേ അവർക്ക് പെൻഷൻ കിട്ടത്തുള്ളൂ. കുട്ടികളെയും കൂടെ കാണിക്കുന്നതാണ് നല്ലത്. 25 വയസ്സ് വരെ കാണിക്കും. 100% നമ്മൾ സാധാരണ കാണിക്കുന്ന പെർസെന്റേജ് കാണിക്കുന്നത് എങ്ങനെ? ഒരു പെർസെന്റേജ് ഉണ്ടല്ലോ അതല്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇപ്പം നോർമലി ആൾക്കാർ വെക്കുന്ന 50% ഫോർ ദ സ്പൗസ്, 25 ഫോർ ചിൽഡ്രൻ. ഇത് നിങ്ങൾക്ക് അങ്ങനെയല്ല, 75% സ്പൗസിന് വെക്കുന്നു, ബാക്കി 12 ആണെങ്കിൽ അങ്ങനെ വെക്കാം. നിങ്ങളുടെ ചോയ്സ് ആണ്. സാർ പറഞ്ഞ പോലെ ഈ നോമിനേഷൻ PF നുള്ളതാണ്, പെൻഷൻ ഉള്ളതല്ല. മനസ്സിലായില്ലേ സാർ? പെൻഷൻ ഓൾറെഡി ഡിഫൈൻഡ് മെത്തേഡ് ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും പോവുക. പക്ഷെ ഫാമിലി ഇവർക്കായിരിക്കും പോവുക. സാർ അത് രണ്ടിലധികം കുട്ടികളുള്ളവർക്ക് കുട്ടികൾക്ക് പെൻഷൻ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2 കുട്ടികൾ വരെയാണ് പെൻഷൻ കൊടുക്കുന്നത്. അറ്റ് എ ടൈം 2 കുട്ടികൾക്ക്. ഈ ഫുൾ പെൻഷൻ തന്നെ പിന്നെ 25 കൊടുക്കുന്നതിന് പകരം ഈക്വലി 3 പേർക്ക് ഡിവൈഡ് ചെയ്യാൻ ഉള്ള സ്കോപ്പ് ഇല്ല. ഇല്ല, പെൻഷൻ നമുക്ക് പറ്റത്തില്ല. പ്രോവിഡന്റ് ഫണ്ടിൽ നിങ്ങൾക്ക് ഷെയർ വെക്കാം, എത്ര പേരെന്നുള്ളത്, എത്ര ശതമാനം വെച്ച്. നോമിനേഷൻ പെർസെന്റേജ് മാർക്ക് ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾക്ക് 5 പേര് നോമിനി ആയിട്ട് കാണിക്കുകയാണെങ്കിൽ 20-20 കാണിക്കാം, 40-10 കാണിക്കാം. 100% ലാസ്റ്റ് എത്തണം എന്നേ ഉള്ളൂ. ഇപ്പൊ നോമിനേഷൻ PF കാണിക്കുന്നത്. പെൻഷൻ ഫണ്ടിലെ നോമിനേഷന്റെ പെർസെന്റേജ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ഡിഫൈൻഡ് ആണ്. പെൻഷൻ PF എമൗണ്ട് ആണ് ഈ പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ് എവന്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ നോമിനിക്ക് എത്രയാണോ ഷെയർ വെച്ചിരിക്കുന്നത് അതനുസരിച്ച് കിട്ടുന്നത്. ഇപ്പൊ 5 പേരോ 6 പേരോ ഒരാളോ 2 പേരോ എത്ര വേണമെങ്കിലും കാണിക്കാം നമുക്ക് നോമിനീസ് ആയിട്ട് വെക്കാം. അവർക്ക് എത്ര പെൻഷൻ 2 കുട്ടികൾക്ക് എലിജിബിലിറ്റി ഉള്ളൂ. 25 വയസ്സ് വരെ സൈമൾട്ടേനിയസ്ലി 2 പേർക്ക്. ഒരാൾ 25 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തയാൾക്ക് അടുത്ത 2 പേർക്ക് 25 വയസ്സാണ്. ഇരട്ട കുട്ടികളാണെന്ന് ഇരിക്കട്ടെ, 3 കുട്ടികളായി. ഓക്കെ, ആ കുട്ടിക്ക് ഈ 2 പിള്ളേർക്കും 25 വയസ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 2 പിള്ളേർക്കും സ്റ്റോപ്പ് ആവും. തേർഡ് ചൈൽഡ് എലിജിബിൾ ആവും. അങ്ങനെ. സാർ ഒരു ഡൗട്ട് സാർ, ഈ നോമിനേഷന്റെ ഈ ജുഡീഷ്യൽ വാലിഡിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു സംശയമാണ്. ആസ് എ പോയിന്റ് ഓഫ് എംപ്ലോയർ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഒരാൾ ഈ നോമിനേഷൻ ചെയ്തു, നമ്മുടെ ഇവിടെ വന്നൊരു കേസാണ്, പക്ഷെ സബ്സീക്വന്റ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേറെയാണ് കിട്ടിയിരിക്കുന്നത്. ഏതാണ് വാലിഡ്? നോമിനേഷൻ വെച്ചിട്ടായിരിക്കും. കാരണം സ്വന്തം ആള് ചെയ്തതാണ്, അയാളാണ് പറഞ്ഞ എന്റെ നോമിനി. നമ്മൾ ആസ് എൻ എംപ്ലോയർ നമ്മൾ നോമിനേഷനുള്ള അയാളുടെ പേപ്പേഴ്സ് ഫോർവേഡ് ചെയ്താൽ മതി. യെസ്, സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് അത് വ്യൂ ചെയ്യാൻ പറ്റും. ഓൾറെഡി കാരണം സ്വന്തമായിട്ട്. ഇവിടുത്തെ ഇഷ്യൂ ഇതാണ്, ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഫാമിലി പ്രൊഡ്യൂസ് ചെയ്തത് അയാളില്ലാതെയാണ്. പുള്ളി ഈ നോമിനേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എടുക്കാൻ പറ്റത്തുള്ളൂ സർ. അതിൽ മേഡം സബ്സിക്വന്റ് ആയിട്ട് മാരേജ് കഴിഞ്ഞാൽ ഈ നോമിനേഷൻ ഇൻവാലിഡ് ആവും. ആ കേസിൽ മാരീഡ് ആയോ പുള്ളി? When unmarried member becomes married, ഈ നോമിനേഷൻ becomes invalid. ഒരു സംശയം കൂടി, പിന്നെ ഈ പെൻഷന്റെ കേസ് അല്ല, പെൻഷൻ അല്ല, PF നോമിനേഷൻ അല്ലാതെ കുട്ടികളുടെ ഡീറ്റെയിൽ എവിടെ ആഡ് ചെയ്യുന്നത്? എങ്ങനെ നോമിനേഷൻ കൊടുക്കുന്നത് PF ആണെന്ന് പറഞ്ഞല്ലോ. അല്ല, PF ഇത് നമ്മുടെ റെക്കോർഡ്സിലോട്ട് എടുക്കുകയാണ്. PF നിങ്ങൾക്ക് ഇത്ര ശതമാനം ഇവർക്ക് കൊടുക്കാന്നേ ഉള്ളൂ. പക്ഷെ ഇതായിരിക്കും നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതായിട്ടായിരിക്കും എടുക്കുക. നോമിനേഷനിൽ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കുക. കാരണം മുമ്പ് ഇതെല്ലാം നമ്മൾ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതെല്ലാം ഓൺലൈൻ ആയിട്ട് വന്നു. നമ്മുടെ റെക്കോർഡ്സിൽ നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് ഇതെല്ലാം ആഡ് ചെയ്യപ്പെടും. അപ്പൊ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഈ നോമിനേഷന്റെ ആ ഭാഗത്താണ് കൊടുക്കുന്നത്. കുട്ടികളുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഡെത്ത് സംഭവിക്കുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നത്. സാറിന് മനസ്സിലായല്ലോ? അതായത് ഈ കുട്ടികളുടെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് 25 ഇയേഴ്സ് വരെ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നോമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ PF ഷെയറിന് മാത്രമേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെൻഷൻ ഡിഫൈൻഡ് ആണ്. ഇത്ര രൂപ പെൻഷൻ പോയാൽ സ്പൗസിന്റെ പെൻഷൻ ഇത്ര ശതമാനമായിരിക്കും. അതുപോലെ കിഡ്സിന് ഇത്ര ശതമാനമാണ്. ഒറിജിനൽ പെൻഷന്റെ ഇത്ര ശതമാനം കിഡ്സിനും ഇത്ര ശതമാനം സ്പൗസിനും കിട്ടും. അങ്ങനെയാണ്. പക്ഷേ കിഡ്സിന്റെ മാപ്പിംഗ് എവിടെയാണ് വരുന്നതാണ് ചോദിച്ചത്. നമ്മൾ 10D, അതായത് ഇപ്പം നോർമലി ഇപ്പൊ നമ്മൾ ഈ നോമിനേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതില് ഫാമിലിയുടെ ഡീറ്റെയിൽസ്, അതിൽ നിങ്ങൾ കുട്ടികളുടെ പേരും ഇതും റെക്കോർഡിക്കലായിട്ട് നമുക്ക് അവിടെ വരികയാണ്, വരുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും ആധാരം. അല്ല, സ്പൗസ് ഇല്ലെങ്കിൽ 2 കുട്ടിക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം കിട്ടും പെൻഷൻ? അറ്റ് ദ ടൈം ഓഫ് ആ സമയം സ്പൗസിനും 2 കുട്ടിക്കും അറ്റ് എ ടൈം 2 കുട്ടിക്കും കിട്ടും. അതെ.
മാം നേരത്തെ മാം പറഞ്ഞിരുന്നല്ലോ ഒരു അനക്സർ കെ ഉണ്ട്, അത് വെച്ചോണ്ടാണ് നിങ്ങൾ ചെക്കിങ് നടത്തുന്നതെന്ന്. അല്ല, അനക്ഷർ കെ ഞാൻ പറഞ്ഞത് സാർ ട്രാൻസ്ഫർ ക്ലെയിംസിനാണ്. അതായത് ഇപ്പം എന്നോട് ആരോ ചോദിച്ചു. അതെ, ട്രാൻസ്ഫർ ക്ലെയിംസിന് തന്നെ. അപ്പൊ ഈ ട്രാൻസ്ഫർ ക്ലെയിംസിനുള്ള അനക്ഷർ കെ എന്ന് പറയുന്നത് EPFOയുടെ കയ്യിലാണോ ഉള്ളത്, അതോ നമ്മുടെ എംപ്ലോയറുടെ കയ്യിലുണ്ടോ? നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടുമല്ലോ, അതോ നമ്മൾ ഈ പോർട്ടലിൽ നോക്കി കയറി അത് ചെക്ക് ചെയ്യണോ വരുമോ? നിങ്ങളുടെ ക്ലെയിംസ്, നിങ്ങളുടെ ഇതിനകത്ത് പ്രൊഫൈലിൽ കയറുക, അതിനകത്ത് ക്ലെയിംസ് എന്നുള്ളതിനകത്ത് ട്രാൻസ്ഫർ, അതിന്റെ പേരാണ് ഫോം 13 അഥവാ അനക്ഷർ കെ എന്ന് പറയുന്നത്. ഓ ശരി 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 ശരി, അത് നമ്മൾക്ക് തന്നെ നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ മാം. അതുപോലെ തന്നെ നമ്മുടെ ഈ EPFന്റെ വിഡ്രോവൽ 58 ഇയേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ 52 ചെയ്യുമ്പോൾ അത് ടാക്സബിൾ ആണോ മാം? അതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ? 5 വർഷം സർവീസ് ഉണ്ടെങ്കിൽ പിന്നെ ടാക്സബിൾ അല്ല. ഓക്കെ, താങ്ക് യു താങ്ക് യു. വേറൊരു ഡൗട്ട്, പിന്നെ ഒരു എംപ്ലോയിയുടെ കേസിലെ അവർ ആധാർ ലിങ്ക് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവർ ഡേറ്റ് ഓഫ് ബർത്ത് 2 തവണ ആധാറിൽ മാറ്റി. ഇനി ആധാറിൽ ചേഞ്ചസ് പറ്റുന്നില്ല. അപ്പൊ ഇനി ഓഫ്ലൈൻ ആയിട്ട് വല്ല ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ EPFല്? ആധാറില് അപ്പൊ ഒരാളെ കേസ് ഇപ്പോഴും ആധാർ മിസ്സിംഗ് ലിങ്ക് കിടക്കും. ഡേറ്റ് ഓഫ് ബർത്ത് 2 തവണ ആധാറിൽ ചേഞ്ചസ് വരുത്തി. ഇനി ആധാറിൽ പോസിബിൾ അല്ല ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാൻ. ഡേറ്റ് ഓഫ് ബർത്ത് വിത്ത് ഡോക്യുമെന്റ്സ് അല്ലേ ചേഞ്ച് ചെയ്യുന്നേ? ഡേറ്റ് ഓഫ് ബർത്ത് അവർ അക്ഷയയിൽ അവിടെ പോയി ചേഞ്ച് ചെയ്തപ്പോ തെറ്റിപ്പോയതാണ്. മറ്റേ EDPയിൽ മെയിൽ അയച്ചിട്ട് ഹെഡ് ഓഫീസിൽ അത് ഒരുപാട് തവണ നമ്മൾ ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. ആണല്ലേ? ആ കേസ് ഇപ്പോഴും പെൻഡിങ് ആണ്. സിസ്റ്റത്തിൽ നമുക്ക് ആധാറിലുള്ളത് പോലെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇനിയിപ്പം ചേഞ്ച് ചെയ്താലേ ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ഒരുമാതിരി നമ്മുടെ എല്ലാ ക്വറീസും ക്ലാരിഫൈഡ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ ചോദ്യങ്ങളും എല്ലാ സംശയങ്ങളും മേഡവും സാറും വ്യക്തമായിട്ട് തന്നെ നമ്മൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ഡൗട്ടും നല്ല ക്ലിയർ ആയിട്ട്, നല്ല വ്യക്തമായിട്ടും നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മാഡത്തിനും സാറിനും ഞാൻ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ പേരിൽ, അതുപോലെ നമ്മുടെ BSNL എക്സിക്യൂട്ടീവ്സിന്റെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു പിന്നെ എന്തെങ്കിലും നമുക്ക് ഇതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മാഡത്തിനെ നമുക്ക് എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ബന്ധപ്പെടാം, കോൺടാക്ട് ചെയ്ത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സെഷന് പിന്നെ ഇവിടെ ഇത്രയും സമയം കണ്ടെത്തിയ മാഡത്തിനും അതുപോലെ സാറിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. Thank you, madam. Thank you, ma'am. Thank you, ma'am. So nice of you. Thank you. Thank you, sir. Thank you, sir. Thank you all for joining online as well as offline.